അഗ്നേ നയസുപധാരായേ അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ യുയോധ്യസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ഠാന്തേ നമ ഉക്തിം വിധേമ. ഓം വിശ്വാനി ദേവ സവിതർ ദുരിതാനി പരാസുവ യദ്ഭദ്രം തന്ന ആശുവ. ഓം ദ്യൗ ശാന്തിരന്തരിക്ഷം ശാന്തി പൃഥവേ ശാന്തിരാപശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തിർ വിശ്വേ ദേവാ ശാന്തി ബ്രഹ്മശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സാ ശാന്തിരേധി. ഓം ശാന്തി ശാന്തി ശാന്തി. മൗർവീഠങ്കാരജന്മാനാം ഭീഷണം ധർമ്മവിദ്വിഷാം ആർത്താനാം സാന്ത്വനം വന്ദേ തമാനന്ദം ദയാമയം. വേദാന്തദോഗ്ധാ ഗോപാല ശബ്ദശാസ്ത്രസ്യ പാണിനി സർവവേദഗിരം ദോഗ്ധാ വിരജാനന്ദനന്ദന. എല്ലാവർക്കും നമസ്തേ. ഇന്ന് വേദവിചാര യജ്ഞത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഇവിടെ നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം, നമ്മുടെ ചിരപരിചിതനും ഈ സമീപത്തെ ഈ പ്രദേശത്തെ വിഖ്യാതനായ ഒരു സാധകനുമായ സ്വാമിജി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ പ്രണാമം. മറ്റ് എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് പറഞ്ഞു വന്നത്. ഒരു വേദമന്ത്രത്തിന് നിരവധി അർത്ഥം പറഞ്ഞു, നിരവധി കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. ആ വിശദാംശങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇന്ന് നമ്മൾ പ്രധാനമായി കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഗൃഹസ്ഥാശ്രമ വിധാനത്തെക്കുറിച്ചാണ് കൂടുതലായി ഇന്ന് സംസാരിക്കുന്നത്. വീട്, ആർത്ഥിക വ്യവസ്ഥ, കാമം, അതേപോലുള്ള മറ്റു വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ചയ്ക്കായി നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി അതേ മന്ത്രത്തിന് ഒരു മോക്ഷത്തിന് വേണ്ടി, മോക്ഷസാധനതയെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി എടുത്ത അതേ ത്രംബകം യജാമഹേ സുഗന്ധ്യം പുഷ്ടിവർദ്ധനം ഉർവാരുഗമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത് എന്ന മന്ത്രത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് ഇന്ന് കടക്കുകയാണ്. അതൊരു മന്ത്രത്തിൻ്റെ പകുതി ഭാഗമാണ് എന്ന് ഞാൻ പറഞ്ഞു. മോക്ഷവിധാനം എന്ന് പറയുന്നത് ഭഗവാന്റെ അരികത്താണ്. ഭഗവാന്റെ അരികത്ത് നമുക്ക് എത്താനാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും ശ്രമിക്കുന്നത് ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. ആ ഭഗവാനെ കിട്ടുക എന്ന ഒരു ആത്മാവേശത്തിന് വേണ്ടി, ആ ആത്മാവേശത്തോടു കൂടി നമ്മൾ വളരെ പലതരത്തിലുള്ള കർമ്മങ്ങളിൽ ഇടപെടുന്നു. അതിന് നമ്മൾ ദ്രവ്യയജ്ഞം, തപോയജ്ഞം, അതേപോലെ ബ്രഹ്മയജ്ഞം, അതേപോലെ പ്രാണായാമയജ്ഞങ്ങൾ, യജ്ഞം തുടങ്ങിയവയൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെയൊക്കെ ഫലമായിട്ട് ഭഗവാനെ ഒന്ന് ദർശിക്കാൻ കഴിയണേ
എന്നാണ് നമ്മളെയൊക്കെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ധാമത്തിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത്, അതാണ് ആ ചതുർധാമ യാത്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ അദ്ദേഹത്തിൻ്റെ ധാമം, അദ്ദേഹത്തിൻ്റെ ഇടം, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നമുക്കൊന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് എന്നെ വിടുവിക്കരുതേ എന്നാണ് പിന്നീടുള്ള ഒരു സാധകൻ്റെ പ്രാർത്ഥന. ഒരു സാധകൻ ഈശ്വരനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സാധന ചെയ്യുന്നത്. സാധകൻ നിരന്തരം സാധന ചെയ്യുന്നത് ഈശ്വരനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തുച്ഛമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എല്ലാവരും ചോദിക്കും, അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടാത്തത് ചെയ്യണ്ട എന്നേ ഉള്ളൂ. കാരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഒരു ഇല്ലത്ത് ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ഉണ്ണിയുടെ ഇല്ലം മുടിഞ്ഞുപോയി. ഇല്ലം മുടിഞ്ഞു പോയപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഒരു മുത്തശ്ശനാണ് ഈ ഉണ്ണിക്ക് അവശേഷിച്ച ആ ഉണ്ണിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഉണ്ണി മരിക്കുന്ന സമയത്ത്, ഈ മുത്തശ്ശൻ മരിക്കുമ്പോൾ ആ ഉണ്ണിയോട് പറഞ്ഞു, മോനെ, ഈ ഭാണ്ഡക്കെട്ട് നീ ഒരു കാരണവശാലും തുറക്കരുത്, ഇത് നിന്റെ കൈവശം എപ്പോഴും ഉണ്ടാവണം. ആ ഭാണ്ഡക്കെട്ട് തുറക്കാതെ ഈ ഉണ്ണി പട്ടിണി കിടക്കാൻ തുടങ്ങി. നാട്ടുകാരെല്ലാം കൂടി കയറി ഇടപെട്ടു. എന്ത് കാരണവശാലും ഈ ഭാണ്ഡത്തിൽ തൊടാൻ ഉണ്ണി അനുവദിക്കുന്ന പ്രശ്നമില്ല. അവസാനം ഈ ഉണ്ണിയാണെങ്കിലോ ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നുമില്ല, ആകെ വളരെ പരവശനും ദുഃഖിതനും അങ്ങേയറ്റം ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. സാമ്പത്തികമായിട്ടൊന്നും ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു, അവസാനം നാട്ടുകാരെല്ലാം കൂടി ഒരു തീരുമാനം എടുത്തു, ഈ ഉണ്ണിയെ ബലം പ്രയോഗിച്ച് ചിലരോട് പിടിച്ചു വെച്ചിട്ട് ആ ഭാണ്ഡം ഒന്ന് തുറക്കാന്ന് വെച്ചു. എന്താ അതിനുള്ളിലുള്ളതെന്ന് അറിയാലോ. അങ്ങനെ ആ ഭാണ്ഡം തുറന്നു നോക്കുമ്പോഴോ അതിനകത്ത് വില പിടിച്ച രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെയുള്ളത്. ഇത് വെച്ചിട്ടാണ് ഈ സാധു പട്ടിണി കിടക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഹിന്ദു മതത്തിന്റെ ഒരു അവസ്ഥ. ഇഷ്ടം പോലെ സമ്പാദ്യമുണ്ട്, പക്ഷേ പട്ടിണി കിടക്കാനാണ് യോഗം. എന്തു ചെയ്യും? യോഗം അനുസരിച്ചല്ലേ ഓരോരുത്തര്. എന്നോട് ചോദിച്ചു, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ കാരണം നമ്മുടെ പഴയ തലമുറ അങ്ങനെ ചെയ്തിട്ടാണ്, ഇങ്ങനെ ചെയ്തിട്ടാണ് എന്നൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട്. ഇത് ആർജിക്കാൻ നമ്മൾ എന്ത് നേടി? നമ്മൾ എന്ത് ശ്രമിച്ചു? നമ്മളെ ഭാഗത്ത് നിന്ന് എന്ത് ശ്രമം ഉണ്ടായത്? ഒരു ശ്രമവുമില്ല. എന്നിട്ട് നമ്മൾ ആരെ കുറ്റം പറയുന്നു? പൂർവികരെ കുറ്റം പറയുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ഋഷിമാര് പറഞ്ഞു വെച്ചിട്ടാണ് പോയത്. അത് പക്ഷെ പഠിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു ഉണ്ണിയെ പോലെയാണ് നമ്മളത് പഠിക്കുന്നില്ല, നമ്മളത് തുറന്നു നോക്കാൻ തയ്യാറല്ല. അപ്പൊ സ്വാഭാവികമായും നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തില് ഇവിടെ പറയുന്നത് മോക്ഷത്തിൽ കിട്ടിയ ഒരു ജീവാത്മാവിന് താഴോട്ട് ഇറങ്ങി വരാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. അത് ഗ്ലാനി സംഭവിക്കുമ്പോൾ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വേണമെങ്കിൽ വന്ന് ജനിക്കാം. മോക്ഷം എന്ന് പറയുന്നത് ഒരു അസ്വാതന്ത്ര്യമോ ഒരു ജയിലോ ഒന്നും അല്ല. ഒരിക്കലും ജനിക്കില്ല എന്ന് പറയരുത്. കാരണം ബൃഹദാരണ്യകോപനിഷത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന് 4-ാമത്തെ കാണ്ഡത്തിൽ ഒരു മോക്ഷത്തെ കുറിച്ച് പറയുന്ന ഭാഗത്തിന് ശങ്കരാചാര്യ ഭഗവത്പാദർ എഴുതിയ ഭാഷ്യം വളരെ പ്രധാനമാണ്. അവിടെ പറയുന്നത് ഒരു മോക്ഷേച്ഛു ആഗ്രഹിച്ചാൽ അയാൾക്ക് വീണ്ടും ജനിക്കുകയൊക്കെ ചെയ്യാം. ഈ കൽപ്പത്തിലല്ല, അടുത്ത കൽപ്പത്തിൽ ജനിക്കാം. അതൊരു തടവറയല്ല. മോക്ഷം കിട്ടിയാൽ പിന്നെ ജനിക്കേയില്ല എന്ന് പറഞ്ഞാൽ അതൊരു തടവറയാണ്. ഒരാളെ പിടിച്ച് ജയിലിലിട്ടിട്ട് താക്കോലിട്ട് പൂട്ടിയാൽ പിന്നെ അയാൾക്കൊന്നും വരാൻ കഴിയില്ല. അതാണ് ജയില്. അതിനുള്ളിൽ കയറി നിന്നിട്ട് ഞാൻ എൻ്റെ ഇഷ്ടമുള്ളപ്പോഴേ ഇറങ്ങൂ എന്ന് പറയുന്നത് ജയിലല്ല, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം എല്ലാ ജീവാത്മാക്കൾക്കുമുണ്ട്. പക്ഷേ മോക്ഷധാമത്തിൽ നിന്ന് എന്നെ വിടുവിക്കരുതേ എന്നാണ്, ഈശ്വരന്റെ അടുത്ത് നിന്ന് എന്നെ വിടുവിക്കരുതേ എന്നാണ് പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ 2-ാം ഭാഗം എന്താണെന്ന് വെച്ചാൽ, ത്രംബകം യജാമഹേ സുഗന്ധിം പതിവേദനം ഊർവാരുഗമിവ ബന്ധനാദിതോ മുക്ഷീയമാമുത. എന്താ പറയുന്നത്? ശ്രദ്ധിക്കൂ. എന്താ പറയുന്നത്? ത്രംബകം യജാമഹേ. ഞാന് ഈ ത്രംബകത്തിനെ ഉപാസിക്കുകയാണ്, ഓംകാരത്തിനെ ഉപാസിക്കുകയാണ്.
ആ ഉപാസന എന്നെ സുഗന്ധിയാക്കും. ഇവിടെ പറയുന്നത് ഒരു ഭാര്യയുടെ പ്രാർത്ഥനയാണ്. ഇപ്പൊ അതൊരു ഭാര്യയുടെ പ്രാർത്ഥനയായി. ഇപ്പൊ മാറി. ഇപ്പൊ പ്രാർത്ഥനയുടെ ശൈലി മാറി. നേരത്തെ ഒരു ഭക്തൻ ഈശ്വരന്റെ അടുത്ത് പ്രാർത്ഥിച്ചതാണ് ഈ മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ ആദ്യത്തെ ഭാഗമെങ്കിൽ, രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് വെച്ചാൽ ത്രംബകം യജാമഹേ സുഗന്ധിം പതിവേദനം. ഭർത്താവിന്റെ കൂടെ ഉള്ളപ്പോഴാണ് ഏറ്റവും സുഖം. അതാണ് സുഗന്ധിയാക്കുന്നത്. ഭാര്യയെ സുഗന്ധിയാക്കുന്നത് ഭർത്താവിനോട് ഒരുമിച്ച് ചേർന്നിട്ടാണ്. അതുകൊണ്ടാണ് ലക്ഷ്മി നാരായണൻ എന്നാണ് നമ്മൾ പറയുന്നത്. ലക്ഷ്മി നാരായണൻ, ലക്ഷ്മി നരസിംഹം, രാധാകൃഷ്ണൻ, ഇങ്ങനെയാ പറയാ. രാധാകൃഷ്ണൻ, പാർവതീ പരമേശ്വരവും. ആദ്യം പരമേശ്വരനല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീകളോട് നമസ്കരിക്കരുത് ആരെയും. നിങ്ങൾ ഞങ്ങളെന്നും വന്ന് നമസ്കരിക്കരുത്. നിങ്ങൾ നമസ്കരിക്കേണ്ടത് ഞങ്ങളാണ്. കാരണം നിങ്ങളുടെ പ്രസവ വേദന ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു അമ്മയുടെ ദുഃഖം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അതാണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ നഷ്ടവും. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ നഷ്ടം അയാൾക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയുന്നില്ല. അയാൾക്ക് എപ്പോഴും അച്ഛനാവാനേ പറ്റും. പക്ഷെ ഒരു അമ്മയ്ക്ക് അച്ഛനും ആവാൻ പറ്റും, അമ്മയും ആവാൻ പറ്റും, ആചാര്യനും ആവാൻ പറ്റും. അതാണ് ഒരു അമ്മയുടെ പ്രത്യേകത. ഇന്നത്തെ സമൂഹം അത് തിരിച്ചറിയുന്നില്ല. ഇന്നത്തെ സമൂഹത്തിൽ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഒരു സ്ഥാനവുമില്ല. അവർക്ക്, ഞാൻ പല വീടുകളിലും പോവാറുണ്ട്. ആ വീടുകളിലൊക്കെ പോകുമ്പോൾ അവര് തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാർ. ആരാണ് ഈ മക്കളൊക്കെ ഇങ്ങനെ ആവുന്നതിന് കാരണക്കാരായതെന്ന് ചോദിച്ചാൽ അത് അവര് തന്നെയാണ്. കാരണം ഞാൻ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. വാചസ്പതി സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്, കാർഷിക വൃത്തി നടപ്പിലാവണമെങ്കിൽ ദമ്പതി ക്രിയ നടക്കണം. ഇത് ഞാൻ ആദ്യം പറഞ്ഞ വാചകമാണ്. അപ്പോ ഈ പറയുന്ന ദമ്പതി ക്രിയ ധാരാളമായി നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് മാത്രമേ നല്ല കൃഷിക്കാരനും നല്ല എഞ്ചിനീയറും നല്ല ഡോക്ടറും നല്ല സന്യാസിയും നല്ല ഗൃഹസ്ഥനും ഒക്കെ ഉണ്ടാവും. ഈ രീതി മാറ്റം വന്നു. ഈ രീതിയിൽ മാറ്റം വരാൻ കാരണം നമ്മൾ ചിന്തിക്കുന്നത് വളരെ സങ്കുചിത മനസ്സോടുകൂടിയായി. ഒന്നേ ഉള്ളെങ്കിലും അതിന് നന്നായി പോറ്റാമല്ലോ. വിഡ്ഢിത്തമാർന്ന ഒരു ചിന്തയാണ് ഇത് എന്ന് നമ്മളുടെ തലമുറകൾക്കറിയാം, പഴയ തലമുറകൾ. കാരണം വിധി എന്ന് പറയുന്നത് ജീവാത്മാവിന് കഴിഞ്ഞ ജന്മത്തെ അനുഭവം കൊണ്ടുണ്ടായി വരുന്നതാണ്. ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം എൻ്റെ കുഞ്ഞ് നന്നാവണം എന്നില്ല. അവന്റെ യോഗവും അതിൽ പ്രധാനമാണ്. ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് ഒരു കൊല്ലത്തൊരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. അദ്ദേഹത്തിന് ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ മരിച്ചു. അദ്ദേഹം ആ മകൻ മരിച്ച ദിവസം, അല്ല അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം, ഒരുപാട് നല്ല കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് ചെയ്യുന്നുണ്ട്. ഇരിക്കട്ടെ, അത് എന്തായാലും അങ്ങനെയെങ്കിലും ചെയ്യുന്നല്ലോ, സന്തോഷിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം മറ്റൊരാളില്ലായിരുന്നു. ഇന്ന് നമുക്ക് 2 കുട്ടികളെ ഉള്ളൂ. അതുകൊണ്ടുണ്ടാവുന്ന സങ്കടം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത്ര കാർഷിക വൃത്തിയോ നല്ല ഗൃഹസ്ഥാശ്രമമോ അച്ഛനമ്മമാരെ നോക്കുന്നവരോ ഉണ്ടാവുന്നില്ല. കാരണം അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ പറഞ്ഞത് ഒരു വിഡ്ഢിത്തമാണ്. ജീവിതാനുഭവങ്ങളിലേക്ക് കടന്നുപോയി സമൂഹത്തിലേക്ക് നിങ്ങളൊന്ന് ഇറങ്ങിച്ചെല്ലുകയും ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൽ പോയി നോക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ദുഃഖകരമായ അവസ്ഥ മനസ്സിലാകുന്നത്. പല വീടുകളിലും ചെന്നാല് അച്ഛനമ്മമാര് ഒറ്റയ്ക്കാണ്. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കുന്നു, വേറൊന്നും ചെയ്യാനില്ല. കാരണം കുട്ടികളെ മുഴുവൻ പഠിപ്പിച്ച് നന്നാക്കാൻ മെനക്കെട്ടവരാണ് നമ്മൾ. അവരൊക്കെ പഠിപ്പിച്ച് നന്നായി, പഠിച്ചു നന്നായി, എല്ലാവരും നന്നായി.
പക്ഷെ ഇപ്പോഴാരും അച്ഛനെ അമ്മേനെ നോക്കണമെന്ന് മാത്രം ആ പഠിപ്പിലെ ഏറ്റവും നല്ല വശം അവൻ പഠിച്ചില്ല. അതിലേറ്റവും നല്ല വശം എന്ന് പറയുന്നത്, ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ 100 വയസ്സ് എന്ന് കണക്കാക്കിയാൽ 75 വയസ്സ് 80 വയസ്സ് വരെയൊക്കെ കിട്ടിയ ഭാഗ്യം. കേരളജീവൻ കിട്ടുന്നവനൊക്കെ വലിയ ഭാഗ്യക്കാർ, ചിലപ്പോൾ കഷ്ടപ്പാടുകാർ. ഏതായാലും ഈ വയസ്സാണ് ഒരു മനുഷ്യന്റെ ജീവിതം. ഈ വയസ്സിനുള്ളിൽ അവൻ എന്ത് നേടും? മേ ബി $60,000 a year, $1,000, മേ ബി $1 lakh. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരു തുണ്ട് കടലാസിൽ ഇത്രയല്ല സന്തോഷമുണ്ടോ എന്നൊരു ചിന്ത എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന എത്രയോ പേരെ എനിക്കറിയാം. എത്രയോ ആളുകൾ. നമ്മൾ പറയും 2 കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആളുകൾ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ. രവീന്ദ്രനാഥ ടാഗോർ 12ാമത്തെ കുട്ടിയായി. ദേവേന്ദ്രനാഥ ടാഗോർ വിചാരിക്കുകയാണ് എനിക്ക് 2 കുട്ടികൾ മതി എന്ന് വിചാരിച്ചാൽ, ഇന്ത്യ would have lost one Nobel Prize winner, even though it is not a good theme. അല്ലെങ്കിൽ അദ്ദേഹം നല്ലൊരു കവിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. W.B. Yeats എന്ന് പറയുന്ന ഒരു കവി ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഗീതാഞ്ജലിക്ക് നോബൽ സമ്മാനവും കിട്ടുമായിരുന്നില്ല. അതിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് വിവേകാനന്ദ സ്വാമി 4ാമത്തെ മകനാണ്. 2 മതി എന്ന് വെച്ചിരുന്നെങ്കിൽ ഷിക്കാഗോ പ്രസംഗമില്ല, രാമകൃഷ്ണ മിഷൻ ഇല്ല, രാമകൃഷ്ണ സേവാശ്രമമില്ല. അതിൽ നിന്ന് ഊർജ്ജസ്വലരായി ജീവിതത്തിലേക്കും സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും ഇറങ്ങി ആരും ഉണ്ടാവില്ല. ആലോചിക്കൂ. അപ്പോ ഒരു കുട്ടിയുള്ള എത്ര പേർ മഹാന്മാരായി? ഒരു കുട്ടിയുള്ള ഒരാൾ എത്ര ആളുകൾ മഹാന്മാരായിട്ടുണ്ട്? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ബുദ്ധി നമുക്ക് നഷ്ടപ്പെടുകയും, രണ്ടാമതൊരു കുട്ടി വന്നാൽ ഈ കുട്ടിക്ക് നഷ്ടമുണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുകയും. നോക്കൂ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, 4 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ എത്ര രൂപ വേണം? എത്ര രൂപ കൊടുക്കണം? പക്ഷെ നമുക്ക് സ്വന്തം കുഞ്ഞിന് കൊടുക്കാൻ പോലും മടിയുള്ളവരായി തീർന്നിരിക്കുന്നു. നമ്മൾ സ്വന്തം കുഞ്ഞിന് കൊടുക്കാൻ മടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ ഇല്ലത്ത് വലിയ ദാരിദ്ര്യമായി. കാരണം അവരൊന്നും ദക്ഷിണ മര്യാദയ്ക്ക് വാങ്ങിയിരുന്നില്ല. തപസ് ചെയ്യുന്നതിൽ വലിയ താല്പര്യവുമുണ്ട്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ഒരാളിരുന്ന് വെള്ളത്തിൻ്റെ ഇതിലിരുന്ന് കഴുത്ത് വരെ ഇരുന്ന് ഗായത്രി ജപിക്കുന്നു. പിന്നെ ഊരായ്മയുള്ള ക്ഷേത്രത്തിലെ പടച്ചോറ് കൊണ്ടുവന്നാൽ അത് കഴിച്ചിരിക്കുന്നു. ആരെങ്കിലും വന്ന് പുതിയില്ലത്തെ ആള് ഒരു പശുദാനം വാങ്ങുമോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ ഒരു പശു ഉണ്ട്, അതുകൊണ്ട് മറ്റൊന്ന് വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന കൂട്ടർ. അങ്ങനെ 10 കുട്ടികളും 12 കുട്ടികളും. ആ കുട്ടികളില് അവരെ നോക്കാൻ ആ അമ്മ എത്ര സ്നേഹത്തോടെ തയ്യാറായി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അന്ന് അവർ വേണ്ട എന്ന് വെച്ചിരുന്നെങ്കിൽ ഞങ്ങളൊന്നുമില്ല. നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനില്ല. നിങ്ങൾ ഇത്രയധികം വരാനിരിക്കുന്ന നല്ല നല്ല ആളുകളുടെ ജന്മത്തെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നത് അനേക ശതം ഋഷി പരമ്പര ജനിക്കാനുണ്ടായിരുന്ന അവസരത്തെ നിങ്ങൾ തീർത്തും ഇല്ലാതാക്കി. ആരുടെയും നിർബന്ധം കൊണ്ടല്ല ഞാൻ വേദം പഠിച്ചത്. എൻ്റെ അച്ഛൻ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. കരിവള്ളൂർ സമരത്തിൽ പങ്കെടുത്തയാളാണ്. വിപ്ലവം അദ്ദേഹത്തിന്റെ രക്തത്തിലുണ്ട്. ഞാൻ നിരീശ്വരവാദിയായാണ് വളർന്നത്. 8ഉം 9ഉം 10ഉം ക്ലാസ്സുകളിൽ ഞാൻ വായിച്ചത് കളക്റ്റഡ് വർക്ക്സ് ഓഫ് മാർക്സ് ഏംഗൽസ് ആണ്. എന്നെ കൊണ്ട് വായിപ്പിച്ചത് അതാണ്. വിവേകാനന്ദന്റെ പുസ്തകം വായിച്ചിട്ടാണ്, വിവേകാനന്ദന്റെ ഒരു സൂക്തം വായിച്ചിട്ടാണ് ഞാൻ ആധ്യാത്മികതയിലേക്ക് തന്നെ വന്നത്. ഞാൻ എപ്പോഴും അത് പറയും. വിവേകാനന്ദന്റെ 2 രൂപ വിലയുള്ള, അന്ന് 50 വയസ്സ് എങ്ങനെയാണ്,
വിലയുള്ള വിവേകാനന്ദ സൂക്തികൾ എന്ന് പറയുന്ന ഒരു വിവേകാനന്ദ സൂക്തം എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകം ഞാൻ കാണാതെ പഠിച്ചു, മറ്റൊരു പുസ്തകം കയ്യിൽ കിട്ടാത്തത് കൊണ്ട്. അങ്ങനെ എത്ര പേർ ഇവിടെ ഉണ്ടാവും. അത് എന്നില് ഒരു തേസ്റ്റ്, ഒരു വലിയ ഒരു ആവേശം ഉണ്ടാക്കി. പിന്നെ ഞാൻ നടക്കാൻ തുടങ്ങി, പുസ്തകത്തെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. +2 പഠിക്കുമ്പോൾ ഞാൻ അച്ഛനോടോ വീട്ടിലോ പറയാതെ ഇറങ്ങിപ്പോയി. ഐ മെറ്റ് രംഗനാഥാനന്ദ സ്വാമിജി. സ്വാമിജി എന്നോട് ചോദിച്ചു, വിവേകാനന്ദ സാഹിത്യം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടില്ല. എന്തുകൊണ്ടാ വായിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാമിജി, ഐ ഡോണ്ട് ഹാവ് മണി വിത്ത് മീ. 400 രൂപ വേണം കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ, 8 വോളിയത്തിലാണ്. Then I came back to my house. Suddenly, after 1 week or 2 weeks, postman came to my house. Postman വന്നിട്ട് പറഞ്ഞു, ഒരു വലിയ ബണ്ടിൽ വന്നിട്ടുണ്ട്. I cannot take the entire bundle to you. You come and collect it. And I went to it. ഞാൻ വാങ്ങി വായിച്ചു. Even now, വിവേകാനന്ദന്റെ ഇംഗ്ലീഷ് ഞാൻ എൻ്റെ ആളുകളോടൊക്കെ പറയും, if you want study English, go through with Vivekananda's works, especially his letters. അദ്ദേഹത്തിന്റെ കത്തുകൾ വായിക്കണം. അദ്ദേഹം പറയുന്ന ഈ യോഗത്തെക്കുറിച്ച്, യോഗം ചെയ്യുന്ന ധ്യാനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ചില വാക്കുകളുണ്ട്. Now my ideas are hocus pocus. That means clear, free from all hocus pocus. I am free from all hocus pocus. Now I am cooking my ideas in the kitchen of yoga and spicy with intense desire and sweeten in the sweetest syrup of love. See how beautiful his words. ഞാനത് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ, nobody helped me to study this, nobody compelled me to study this. ഇത് പഠിക്കാൻ എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല. ഇൻസ്റ്റന്റ് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി. ഇന്ന് കാശ്യപാശ്രമത്തില് 2-3 ലക്ഷം ആളുകൾ പഠിച്ചു പോയിട്ടുണ്ട്. പലരുടെയും ജീവിതത്തിൽ മാറ്റം വന്നു. അതിന് ജീവിതത്തിൽ മാറ്റം വരാൻ കാരണം ഒരാളും നിർബന്ധിക്കാണ്ട് പഠിച്ചത് കൊണ്ടാണ്. Now in every house, mothers are worried about their children. അമ്മമാർക്കാണ് കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ സങ്കടം. പുരുഷന്മാരിലേക്കും ആ രോഗം ഇപ്പൊ പതുക്കെ സംക്രമിച്ചിട്ടുണ്ട്. ഇൻ മൈ ഹൗസ് ഐ ഹാവ് നോ പ്രോബ്ലം. ഞാനൊന്നും പറയാറില്ല, ഞാൻ ആരോടൊന്നും പറയാറില്ല. ഞാൻ എന്തെല്ലാം പറഞ്ഞാലും അവരെന്തായി തീരണം എന്നത് അവരാണ് നിശ്ചയിക്കേണ്ടത്. ഉദ്ധരേതാത്മനാത്മ, ഞാൻ തീരുമാനിച്ചിട്ട് കാര്യം. നമ്മള് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഇംഗ്ലീഷ് ഗ്രാമർ അല്ല. യെസ്, ഓഫ് കോഴ്സ് ഐ എം MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഞാൻ അവരൊരിക്കലും പഠിപ്പിച്ചിട്ടില്ല. They are sitting in front of me. I never teach them grammar. Never. Nothing. In the pronunciation, diphthong and all those nonsense, I never teach them. But ഞാൻ അവരെ പഠിപ്പിച്ചൊരു കാര്യം, മക്കളെ, ഒരു ദിവസം ഞാനും എൻ്റെ ഭാര്യയും കൂടി കടിപിടി കൂടി. ജസ്റ്റ് ലൈക്ക് ഫ്രൈഡ് റോക്സ്. ഞാൻ പറഞ്ഞു, നീ എന്നെ കല്യാണം കഴിച്ചോണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഭാര്യയോട്. ഭാര്യ പറഞ്ഞു, എന്നെ കല്യാണം കഴിച്ചോണ്ട് നിങ്ങൾ നന്നായി. ഇപ്പോ ഇൻ ബിറ്റ്വീൻ മക്കൾക്ക് വിഷമം ഉണ്ടാവുമല്ലോ, മക്കൾ ചാടി വീണിട്ട് പറഞ്ഞു, എന്താ അങ്ങനെ പറയരുത് അങ്ങനെ. ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയും നല്ലതാണ്. ഞാൻ പറഞ്ഞു, നോ, വൈ വി ആർ ലക്കി, നോട്ട് ബിക്കോസ് ഐ മാരി യുവർ മദർ ഓർ യുവർ മദർ മാരീഡ് മീ, ബട്ട് ലക്കിലി ഐ ഗോട്ട് യു 2 children. ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾ 2 കുട്ടികളെ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ബിയോണ്ട് എവറിത്തിങ് യു ലവ് us. നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന കുട്ടികൾ ഉണ്ടാവണം. അതാണ് ഗാർഹസ്ഥ്യത്തിൽ ആദ്യം വേണ്ടത്. അതിനാദ്യം വേണ്ടത് എൻ്റെ ഭർത്താവ് ഏറ്റവും വലുതാണെന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവും. above all. അപ്പൊ ഭർത്താവിന് തെറ്റുപറ്റില്ലേ? ഞാനൊരു പ്രഭാഷകൻ,
അദ്ദേഹം പ്രസംഗിക്കുന്നത് രാവിലെ ടി വിയിൽ കേട്ടു. പത്നി എന്ന് പറഞ്ഞാൽ പതിപ്പിക്കുന്നവളാണ്. പത്നി എന്ന് പറഞ്ഞാൽ പതനത്തിൽ നിന്ന് തടയുന്നവളാണ്. അദ്ദേഹത്തിന് സംസ്കൃതം അറിഞ്ഞുകൂടാ. വ്യാകരണമൊക്കെ പഠിച്ച ശേഷമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാവൂ. ചുരുങ്ങിയ പക്ഷം വ്യാകരണം ഒരു തവണ സമ്പൂർണ്ണമാക്കണം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഭാഷ ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും സംവേദനം ചെയ്യാൻ സാധിക്കില്ല. സംസ്കൃതമായിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഏത് ഭാഷയോ ആകട്ടെ, ഭാഷ പഠിക്കണം. മലയാളത്തിലും പഠിക്കണം. ഞാൻ എൻ്റെ DTP ഓപ്പറേറ്റർമാർ കാശ്യപാശ്രമത്തിലുള്ള ആളുകളേക്ക് എന്നും അടിയാ. കാരണം അങ്ങനെ എന്നതിന് പകരം അങ്ങിനെ എന്ന് എഴുതിക്കൊണ്ടിരും. ഉടനെ ഞാൻ അടികൂടും. അങ്ങനെയാണ് ശരി, അങ്ങനെ ഇങ്ങനെ എങ്ങനെ ശരി, അങ്ങനെ ഇങ്ങനെ എങ്ങനെ തെറ്റ്. ഓരോ വാക്കിനർത്ഥം പഠിക്കണം. ഇപ്പോ ഒരു വലിയ പരസ്യം ഈയിടെ ഉണ്ടായി, എല്ലാവരും കേട്ട പരസ്യമാണ്. ഞാനും അത് വാങ്ങി തേച്ചു. അവസാനം എനിക്ക് കഴുത്തിന് നീരിറങ്ങിയിട്ട് എണീച്ച് നടക്കാൻ പറ്റാണ്ടായിപ്പോയി. അപ്പൊ എന്താണ് ആ ഇതെന്നറിയോ? താരനും മുടി കൊഴിച്ചിലും നല്ലത്. താരനും അപ്പോ ഇത് തേച്ച ഉടനെ താരനും ഉണ്ടായി, മുടി കൊഴിച്ചിലും ഉണ്ടായി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്? നിങ്ങൾ ഈ പരസ്യത്തിലുള്ളതാണല്ലോ താരനും മുടി കൊഴിച്ചിലും നല്ലതാണെന്ന്. അതെ, തേച്ചു കഴിഞ്ഞാൽ അതുണ്ടാവും എന്നല്ലേ അർത്ഥം. താരനും മുടി കൊഴിച്ചിലും നല്ലതെന്ന് പറഞ്ഞാൽ എന്താ? താരനും മുടി കൊഴിച്ചിലും ഉണ്ടാവും, നിങ്ങൾ തേക്കണമെന്ന് ഞാൻ പറഞ്ഞോ? അപ്പോ നമുക്ക് മലയാളം അറിഞ്ഞുകൂടാ, നമ്മൾ പഠിക്കുന്നില്ല, അതിന്റെ കുഴപ്പമാണ്. അപ്പൊ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുക എന്താണെന്നറിയോ? മലയാളം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇംഗ്ലീഷ് പഠിച്ചാൽ മതി. ഇന്ന് ഇംഗ്ലീഷും ഇല്ല മലയാളവും ഇല്ല, ഇംഗ്ലീഷും ഇല്ല മലയാളവും ഇല്ല, രണ്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ എത്തി. ഈയിടെ യുനെസ്കോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മാതൃഭാഷയില് നിങ്ങൾ സംസാരിക്കുന്നതാണ് നിങ്ങളുടെ IQ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത്. ഏത് ഭാഷ ആയിക്കോട്ടെ. സാംസങ് എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. എവരിവൺ ഹാസ് ഗാഡ്ജറ്റ് വിത്ത് യു, അല്ലേ? സാംസങ് മൊബൈൽ. യു നോ സാംസങ് CEO ഈസ് എ കൊറിയൻ and he don't know English. സാംസങ്ങിന്റെ സിഇഒയ്ക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, കൊറിയൻ ആണ്. അദ്ദേഹത്തിന് കൊറിയ മാത്രമേ അറിയൂ, വേറെ ഒരു ഭാഷയെ അറിയൂ. അതുകൊണ്ട് നിങ്ങള് മഞ്ചേരിയിലോ തിരൂരിലോ താനൂരിലോ പരപ്പനങ്ങാടിയിലോ സാംസങ്ങിന്റെ മൊബൈലോ ടിവിയോ ഫ്രിഡ്ജോ എത്താതിരുന്നോ? ഇല്ല. ഞാനൊരു വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോ ഇഫ് സംബഡി വാണ്ട്സ് ടു ബി എ ഡോക്ടർ, ഒരു ഡോക്ടർ ആവണമെന്ന് വിചാരിക്കുക. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നവരായിരിക്കും നല്ലൊരു ശതമാനം. അപ്പോ ആ ഡോക്ടർ ആവാൻ വേണ്ടി പഠിപ്പിക്കുമ്പോ ഈ ഡോക്ടർ ആകുന്ന കുഞ്ഞ് ഇംഗ്ലീഷിലാണല്ലോ എഴുതുന്നത്, അല്ലേ? നിങ്ങൾക്കറിയാമോ, ജപ്പാനിലെ ഒരു ഡോക്ടർ അദ്ദേഹം മരുന്ന് എഴുതുന്നത് ജാപ്പാനീസ് ഭാഷയിൽ, ഇംഗ്ലീഷിലല്ല. ഞാൻ ഏഷ്യയിലെ പ്രധാനപ്പെട്ട 20 രാജ്യങ്ങളിൽ 200 പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. പ്രധാനപ്പെട്ട കമ്പനികൾ അതിൽ 170 എണ്ണവും ഇംഗ്ലീഷ് പ്രധാനമോ അപ്രധാനമോ ആയ ഭാഷയുള്ള രാജ്യങ്ങളിലല്ല. ഞാൻ പറയാം, ടൊയോട്ടോ കമ്പനി എവിടെയാണ്? സാംസങ് എവിടെയാണ്? ഇവിടെയൊന്നും ഇംഗ്ലീഷിൽ നിങ്ങൾ പറഞ്ഞ അടി കിട്ടുന്നത്. ചൈനീസ് ഭാഷ, അവര് മാൻഡറിൻ എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്, മാൻഡറിൻ അല്ലെങ്കിൽ മന്ദാരിൻ. ആ ഭാഷ ചൈനീസ് ഭാഷയാണ്, അവിടെ ഇംഗ്ലീഷ് ഇല്ല. അതുകൊണ്ട് ആ രാജ്യത്തിന് എന്തെങ്കിലും പ്രയാസം വന്നോ? ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ആകെ പ്രധാനപ്പെട്ട 17 കമ്പനികളേ ഉള്ളൂ. 17 കമ്പനികൾ. ഇനി വേറൊരു തമാശ കേട്ടോളൂ. ഇന്ത്യയിൽ 300 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഭാഷ ഹിന്ദിയാണ്. ചൈന കഴിഞ്ഞാൽ 300 മില്യൺ ആളുകളാണ് സംസാരിക്കുന്നത്. ഹൈക്കോടതിയിൽ ഹിന്ദിയിൽ
വാദിച്ചാൽ അത് അംഗീകരിക്കില്ല. ഇംഗ്ലീഷിൽ വാദിച്ചാലേ അംഗീകരിക്കും. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇങ്ങനെ ഉണ്ടാവുമോ? ആലോചിച്ച് നോക്കൂ. ലോകത്തിൽ 300 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഷയുള്ള രാജ്യമാണ് ഈ ഇന്ത്യ. ആ ഭാഷയിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ പറ്റില്ല. യു ഷുഡ് നോ ഇംഗ്ലീഷ് അല്ലേ? നമ്മളെ വക്കീൽമാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ചോദിച്ചു. മലയാളത്തിൽ ഇവിടെ വാദിക്കാൻ പറ്റുമോ ഹൈക്കോടതിയിൽ? പറ്റില്ല. നോക്കൂ, നമ്മൾ എങ്ങനെയാണ് ഒരു രാജ്യം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോവുക? ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് കഴിയില്ല. കാരണം എന്റെ ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. ആ മലയാളത്തിൽ എനിക്ക് മരുന്ന് എഴുതാൻ പറ്റുന്ന ഒരു ഡോക്ടർ ആവുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നല്ല ഡോക്ടർമാരുണ്ടാവുക. അപ്പൊ അവര് പറയുക എന്താണെന്നറിയാമോ? ഇതിനകത്ത് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ നാമങ്ങളെല്ലാം ലാറ്റിനിലോ ഗ്രീക്കിലോ ആണ്. അവർ പറയുന്ന വാചകം ഇതാണ്: ലാറ്റിനിലോ ഗ്രീക്കിലോ ആണ്. ഈ ലാറ്റിനിലോ ഗ്രീക്കിലോ ഉള്ള അതേ പദങ്ങൾ അവർ എവിടെ നിന്നാണ് എടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാമോ? സംസ്കൃതത്തിൽ. നിങ്ങൾക്കത് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഓക്സ്ഫോർഡ് അഡ്വാൻസ് ലേണേഴ്സ് ഡിക്ഷണറി എടുക്കുക. ഒറിജിൻ ഓഫ് വേർഡ്സ് എന്ന വാക്കിലേക്ക് പോവുക. ലാറ്റിനിൽ വന്നു നിൽക്കുന്ന കാര്യങ്ങളിൽ ലാറ്റിൻ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 99% വേർഡ്സ് കമ്മിങ് ഫ്രം സാൻസ്ക്രിറ്റ്. ഉദാഹരണത്തിന് മദർ ഇംഗ്ലീഷിൽ, മദർ മാതൃ സംസ്കൃതം, ഫാദർ പീറ്റർ, ഫാദർ Peter, P-T-R, in Latin, Pitara. Door, Dwara. Dwarapalaga, doorkeeper. Brother, brother. Shosra, sister. Serpent, sarpa. Home, house, house and home. അപ്പോൾ ചെയ്യാവുന്നത് എന്താണ്? സംസ്കൃതം നമ്മുടെ ശാസ്ത്രീയ നാമങ്ങൾ പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭാഷയാക്കി മാറ്റിയാൽ തമിഴർക്കും മലയാളികൾക്കും കർണാടകക്കാർക്കും, എന്തിന് തായ്ലൻഡുകാരനും മലേഷ്യക്കാരനും ഇന്തോനേഷ്യക്കാരന്റെയും എല്ലാം ഭാഷയുടെ മാതൃഭാഷയിൽ 90% സംസ്കൃതമാണ്. സിംഹളീസ് ഭാഷയുടെ 90% സംസ്കൃതമാണ്. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞു, തമിഴിന് സംസ്കൃതമായിട്ട് ഒരു ബന്ധവുമില്ല. ശരി. നിങ്ങൾ മലയാളത്തിൽ ശരി എന്ന് പറയുന്നതിന് തമിഴിൽ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? എന്താ പറയുന്നത്? അമ അമ അമങ്കെ സൊല്ലിങ്കെ ആമാങ്കെ അമ അമ. സംസ്കൃതത്തിൽ ശരി എന്നുള്ളതിന് എന്താ പറയാന്നറിയാമോ? ആം. ഇനി ഒട്ടും ബന്ധമില്ലാത്തൊരു വാക്ക് പറയാം. കട്ടിൽ. 4 കാലുള്ള സാധനത്തിന്റെ പേര് കട്ടിൽ. എവിടുന്നാ വന്നെന്നറിയോ? സംസ്കൃതത്തിൽ കട്വ ധാതുവിൽ നിന്നാണ് ഇതുണ്ടായത്. ഇതൊക്കെ ഒരു ക്ലാസ് അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസ് അല്ല. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം കുട്ടികളുടെ ഇതിനെപ്പറ്റി മാത്രം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രഭാഷണം നടത്തേണ്ടതാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്നും ഇപ്പൊ കടക്കുന്നില്ല, കാരണം സമയവും ഇല്ല. നമുക്ക് മുന്നോട്ട് വളരെ പെട്ടെന്ന് പോവുകയും വേണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കട്വ ശബ്ദം പോലുള്ള ശബ്ദങ്ങൾ ശാസ്ത്രീയ നാമമായിട്ട് ലാറ്റിനിന് പകരം വെച്ചാൽ, അതത് മാതൃഭാഷകളിൽ അവരെ ശാസ്ത്രം പഠിപ്പിച്ചാൽ, ജപ്പാനിലും കൊറിയയിലും തായ്ലൻഡിലും ചൈനയിലും ഇംഗ്ലീഷ് പഠിക്കാതെ എങ്ങനെ ഡോക്ടറും എഞ്ചിനീയറും ആയിട്ട് നോബൽ സമ്മാനം വാങ്ങിയവരിൽ 90% ആളുകൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യൂ, ഗോ ആൻഡ് സെർച്ച്. 90% സയന്റിസ്റ്റുകൾ, അവരെയാണല്ലോ കൂടുതൽ വില എടുക്കുന്നത്. ആറ്റോമിക് റിസർച്ച് ആൻഡ് ഓൾ ദോസ് തിങ്സ്. നിങ്ങൾ പഠിക്കുക, ഇവർക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നോ? നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ എനിക്കൊരു പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനുള്ള വഴി എനിക്കറിയാം.
കോഴിക്കോട് ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെക്നിക്കിൻ്റെ ഒരു ക്ലാസ് അങ്ങ് തുടങ്ങിയാണ്. എല്ലാ സാധുക്കളും അങ്ങോട്ട് വരും. കാരണം എല്ലാവരുടെയും മനസ്സിൽ മമ്മൂട്ടി ദ കിങ്ങിൽ ഇംഗ്ലീഷ് പറഞ്ഞതുപോലെ, സുരേഷ് ഗോപി ദ കമ്മീഷണർ എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ എനിക്കും ഒന്ന് പറയണം എന്നാണ് ആഗ്രഹം. അതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അതിൽ പറയുന്ന ഭാഷേന്റെ ഒരു ഒഴുക്കൊക്കെ കണ്ടിട്ട് ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാന്ന് ഇവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇംഗ്ലീഷ് അങ്ങനെയേ അല്ല പറയാം. ഇംഗ്ലീഷും ഈ മമ്മൂട്ടിന്റെ ഡയലോഗും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് അജവും പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് പറയുന്നില്ല എന്ന പോലെയാണ് ഗജവും തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ അകത്ത് രണ്ടിലും ജാണ്ട് എന്നുള്ളൊരു ഗുണേ ഉള്ളൂ. വൈജാത്യം അനവധിയാണ്, അല്ലേ? അപ്പൊ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നത്, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ജീവിതത്തിൽ നമ്മുടെ ഈ നെറുകയിലുള്ള ഈ സ്ത്രീകൾ, അമ്മമാരണിയുന്ന ഈ സീമന്തം എന്ന് പറയുന്ന നെറ്റിയുടെ ഈ ഭാഗത്ത് നമ്മൾ അണിയുന്ന ആ ഒരു സിന്ദൂരമുണ്ടല്ലോ, ആ സിന്ദൂരം നമ്മുടെ ഭർത്താവിനോടുള്ള ബന്ധത്തിന്റെ പവിത്രതയെ ശ്രദ്ധേയമായി അവതരിപ്പിക്കാം. എന്താ കാരണം എന്നറിയോ? എൻ്റെ ഭർത്താവിൻ്റെ സീമന്തോന്നയനം എന്ന് പറഞ്ഞാൽ, സീമന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിൻ്റെ മുകളിൽ നമുക്ക് സഹസ്രാര ദളപത്മം മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ പിന്നെ ജഗദീശ്വര ശക്തിയായ ദഹരാകാശത്തിലുള്ള ഈശ്വര ചൈതന്യം മാത്രമേ ഉള്ളൂ. ദഹരാകാശം എന്നാണ് ഇത് കഠോപനിഷത്തിലൊക്കെ പറയാം. അവിടെ ഒരു ഇത്രയുള്ള അങ്കുഷ്ടമാത്ര പുരുഷൻ ഇരിക്കുന്നുണ്ടത്രേ. എവിടെ? ഇവിടെ. അതുകൊണ്ടാണ് ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ രണ്ട് കാത് ഇങ്ങനെ പിടിച്ച് അഭിവാദയെ രാധാകൃഷ്ണ ശർമാഹം അഹമസ്മി ഭോ, അല്ലെങ്കിൽ കാശ്യപ ഗോത്രോത്മന്ന അഹം ഭവന്തം അഭിവാദയെ എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഇടാപിങ്കള നാഡികളെ ബന്ധിച്ച് അതിനകത്തുള്ള സുഷുമ്നയിലൂടെ മുകളിലേക്ക് കൊണ്ടുവന്ന് സിദ്ധപുരുഷന്മാർ ഇരിക്കുന്ന, യോഗദർശനം പഠിച്ചാൽ അവിടെ പറയും, സിദ്ധപുരുഷന്മാരിയ്ക്കുന്ന സഹസ്രാരത്തെ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു, എൻ്റെ ജീവനെ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അല്ലാണ്ട് ആരുടെയും കാലുമ്മ പോയി വെക്കുന്ന പരിപാടിയല്ലത്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാവും. കുട്ടികളോടൊക്കെ പറയാം, മോനെ ഇനി നാളെ അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ, ഒരച്ഛൻ ഭയങ്കര പ്രശ്നമായി. ഞാൻ പഠിപ്പിക്കുന്ന സമയത്താണ് ബാലുശ്ശേരിയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ നീ അച്ഛനെ അമ്മേനെയും രാവിലെ പോയിട്ട് നമസ്കരിക്കണം, എന്നിട്ടൊരു ഉമ്മ തരാൻ പറയണം, തിരിച്ചൊരു ഉമ്മ അച്ഛനും കൊടുക്കണം. ഭയങ്കര പ്രശ്നമായി. ഇവിടെ വന്നിട്ട് പറഞ്ഞ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമ്മതം ചോദിക്കേണ്ട, അങ്ങ് ചെയ്താൽ മതി. ഇവൻ പിറ്റേ ദിവസം പോയി ഒറ്റ പിടിച്ച അച്ഛൻ കരഞ്ഞുപോയി. അപ്പൊ ഈ കുട്ടിയെയും കെട്ടിപ്പിടിച്ചു, മോനെയും പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിച്ചു. അപ്പൊ മോനൊരു ഉമ്മ കൊടുത്തു. സാധാരണ എന്താ വെച്ചാൽ അച്ഛനമ്മമാർ തമ്മിലുള്ള ഈ മക്കളൊക്കെ കുറച്ചങ്ങോട്ട് പ്രായമായാല് ഈ നമുക്ക് ഈ ഇഷ്ടം അങ്ങോട്ട് കുറയും. അതെന്താണെന്നറിയോ? ഈ കുട്ടിയോടൊരു വാത്സല്യമുണ്ട്. ഈ വാത്സല്യം സോമപാനമാണ്. ഇതിനെക്കുറിച്ചാണ് ഗീതയിൽ പറഞ്ഞത്, സോമപാനം ചെയ്തിട്ട് വീണ്ടും വീണ്ടും ആ സോമപാനം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, മോള് വലുതായി, മോനും വലുതായി, ഇനി ഒരു രക്ഷയില്ല, അവൻ ആരോടെ വാത്സല്യം പ്രകടിപ്പിക്കും? അപ്പോഴാണ് മോക്കൊരു മോനോ മോളോ അല്ലെങ്കിൽ മകനൊരു മകളോ ഉണ്ടായാൽ ഈ സ്നേഹം മുഴുവൻ പിന്നെ അങ്ങോട്ട് കാണിക്കും. അത് സോമപാനമാണ്. ഇതാണ് സോമപാനം. ഇതാണ് ശരിയായ സോമപാനം ചെയ്ത് ലഹരിയാണ്. അതോടൊത്തൊരു ലഹരിയാണ് ഈ സോമപാനം, ഒരു ലഹരിയാണ്. ഈ കുഞ്ഞിനോടുള്ള സ്നേഹം ഒരു ലഹരിയാണ്. അത് ചിലപ്പോ സ്വന്തം കുഞ്ഞല്ലെങ്കിലും സ്നേഹം ഉണ്ടാവും. ഏത് കുഞ്ഞിനോടും നമുക്കൊരു വാത്സല്യമുണ്ട്. അപ്പൊ നമ്മൾ ഈ അമ്മയ്ക്ക് എന്നേക്കാൾ സ്നേഹം ആ ചെറിയ കുട്ടിയോടാണ്, അത് ആരെയോ കുട്ടിയോട് എന്ന് പറയും. വാസ്തവത്തിൽ അമ്മയുടെ സ്നേഹമല്ലാതെ ഏതൊരാളുടെയും ഉള്ളിലുള്ള വാത്സല്യമാണ്. ഈ വാത്സല്യമാണ് അവിടെ പോയി ഇങ്ങനെ എടുത്തു നോക്കുകയും നല്ല കുട്ടി കേട്ടോ, എന്ത് സന്തോഷമുണ്ട് കാണാൻ എന്നൊക്കെ പറയുകയും ചക്കരയെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയൊക്കെ പലതും ചെയ്യല്ലേ. അപ്പൊ ഈ കുഞ്ഞ്, അപ്പൊ നമ്മള് ഈ അച്ഛനമ്മമാര് കുട്ടിയെ വളർത്തുമ്പോൾ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്താണെന്നറിയാമോ? എന്നിട്ട് ആ അച്ഛൻ പിന്നെ എന്നെ വന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ ഉള്ളിലൊരു വലിയ, ഇപ്പം ഈ ആധുനികന്മാരൊക്കെ സംസാരിക്കുന്ന അങ്ങനെയാണല്ലോ, there was a barrier in my heart, it broke. വലിയ കാര്യമായി, because of you it happened. നിങ്ങൾ കാരണമാണ് ആ ബാരിയർ പൊട്ടിയത്. ഞാൻ പറഞ്ഞു, അങ്ങനെ പൊട്ടിയല്ലോ, എന്തായാലും സന്തോഷം. ഇനി തുടർന്ന് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുമ്പോൾ അത് പഠിപ്പിക്കണം. ആദ്യം പഠിപ്പിക്കേണ്ടത് അത്.
നിങ്ങളെ മക്കളെ വലിയ വലിയ ആളാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഒരു പരിപാടിക്ക് പോയേ. അപ്പോൾ പ്രാർത്ഥന, അപ്പോൾ ഒരു കുട്ടി ഇങ്ങോട്ട് വന്നു, ഗീതയായിട്ട് ചെല്ലാൻ തുടങ്ങി. സാഖ്യയോഗം അല്ല, പുരുഷോത്തമ യോഗ എന്ന് ചെയ്യാൻ തുടങ്ങി. ഈ കടല ഇതുണ്ടല്ലോ, മറ്റേ പട്ടാണി കടല വായിലിട്ട മാതിരി ഇതിങ്ങനെ പോയി. ആ സാധു ഇത്രയുള്ളൂ. ഞാനത് ഇപ്പൊ ഈ സാധു എന്തെല്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവസാനം ഞാൻ മതി, മോൻ പോയിക്കോളൂ. അല്ല, അമ്മ ചിത്രയും മുഴുവൻ ചെല്ലിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മേനോട് ഞാൻ പറഞ്ഞോളാം, നീ പോയിക്കോ. നോക്കൂ, സ്വന്തം കുഞ്ഞിനെ പീഡനത്തിന് മുറയാക്കലല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യണം. ഗീതയൊക്കെ പഠിക്കുക. ഗീത നിങ്ങൾ വിചാരിച്ച പോലെ എളുപ്പമാണെന്ന് വിചാരിക്കുന്നത്. ഗീത പഠിക്കൽ എളുപ്പമേ അല്ല. ആരെങ്കിലും ഗീത പഠിക്കൽ എളുപ്പമാണെന്ന് വിചാരിച്ചാൽ അതൊരു വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കണം. കാരണം ഗീത മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 ദർശനങ്ങൾ പഠിച്ചാൽ, സാഖ്യം, യോഗം, വൈശേഷികം, ന്യായം, വേദാന്തം. മീമാംസയെ വിട്ടുകളയും. പക്ഷെ മീമാംസയുടെയും ശ്രമം ആവശ്യമുണ്ടാവും. 4-ാമത്തെയും 5-ാമത്തെയും അധ്യായങ്ങൾ, 5ഉം 6ഉം അധ്യായങ്ങളിലെ 4ഉം 5ഉം അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ മീമാംസയുടെ സഹായം വേണ്ടി വരും. ഇത് പഠിക്കാത്ത ഒരാൾക്ക് ഗീത മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഗീതയിൽ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്, ആ വാക്കുകൾ എവിടുന്ന് വന്നു എന്ന് നോക്കിയാൽ അത് അവിടെ നിന്നാണ് വരുന്നത്. അതിന്റെ ഒറിജിൻ അവിടെയാണ്. അത് നോക്കിയാലേ മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം അച്ഛനമ്മമാരെ നോക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അമ്മ അച്ഛനോട് എത്ര സ്നേഹം കാണിക്കുന്നു, അച്ഛൻ എത്ര അമ്മയോട് സ്നേഹം കാണിക്കുന്നു, അവിടെ മക്കൾ സ്വന്തം അച്ഛനമ്മമാരെ സ്നേഹിക്കാൻ തുടങ്ങും. ആദ്യം വേണ്ടത് അച്ഛനും അമ്മയും തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കണം. അപ്പൊ അഗ്നിഹോത്രം ചെയ്യുന്നത് കണ്ടു. എന്തിനാണ് അഗ്നിഹോത്രം ചെയ്യുന്നത്? ഗൃഹസ്ഥന്മാർ 5 യജ്ഞങ്ങൾ ചെയ്യണം. ഇന്നിപ്പോ എവിടെയും പഠിപ്പിക്കുന്നില്ല. ഞാനിപ്പോ പറയുന്ന കാര്യങ്ങളൊക്കെ കാശ്യപാശ്രമത്തിൽ ഞങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, ആരും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ഗൃഹസ്ഥധർമ്മം ഇങ്ങനെ നശിച്ചു പോയത്. ദരിദ്രപൂർണമായിട്ട് നമ്മളെ ഈ സമൂഹം നശിച്ചു പോകാൻ കാരണം ഇതൊന്നും പഠിക്കാഞ്ഞിട്ടാണ്. ഇവിടെ ഇപ്പോ അഗ്നിഹോത്രം 2 ദിവസം ചെയ്ത് കണ്ടവരുണ്ടാവും. അതിനകത്ത് ആകാരവാജ്യ ഭാഗാഹുതി എന്ന് പറഞ്ഞൊരു ആഹുതിയുണ്ട്. ആ ആഹുതിയിൽ 1-ാമത്തെ എന്താ വെച്ചാൽ അഗ്നേയ സ്വാഹ, അത് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടാണ്. 2-ാമത് സോമായ സ്വാഹ, ഭാര്യമാർക്ക് വേണ്ടിയിട്ടാണ്. അഗ്നി സ്വഭാവികളായിരിക്കണം ഭർത്താക്കന്മാർ, സോമ സൗമ്യ സ്വഭാവികളായിരിക്കണം. ഇവർ 2 പേരും ചേർന്ന് വളരെ ഗുപ്തമായി ചെയ്യുന്നതാണ് പ്രജാപതിയുടെ അനുഗ്രഹം. നാട്ടുകാരോട് പറഞ്ഞിട്ടല്ല കുട്ടികൾ എങ്ങനെയാ വളർത്തേണ്ടത് എന്നറിയിക്കുന്നത്. അതുകൊണ്ട് ആ ആഹുതി മൗനമായിട്ടാണ് ഇവിടെ. നമ്മൾ കൊച്ചു കുട്ടികൾ ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ 20 ഉറുപ്പ്യന്റെ ചോറാണേ, 4 ഇഡ്ഡലിയും ചായയും 40 ഉറുപ്പ്യയെ നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ തുടങ്ങുന്ന കണക്ക് പറയുമ്പോഴാണ് ഈ തലമുറകൾ തമ്മിൽ വലിയ വൈജാത്യങ്ങൾ സംഭവിക്കും. ഇത് പറയാൻ പാടില്ല. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ കുറച്ചു കാലം മുമ്പാ, 12 കൊല്ലം മുമ്പാ, ഞാനൊരു വീട്ടിൽ പോയി. ഇതിൻ്റെ മാതിരി ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയതാ, അയാളെ മോനെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോയത് തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ മകൻ വളരെ ഭയങ്കരനാണ്, നിങ്ങൾ വിചാരിക്കും പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ഞാനും ഒരു യുവാവാണല്ലോ, ദാറ്റ് ഈസ് 12 years ബാക്ക്, ഐ എം ഓൾസോ ടു യങ്. സോ ഞാനും വിചാരിച്ചു ഈ ഹിമാലയം ഉടനെ തന്നെ കീഴടക്കാൻ കഴിയും എന്നൊക്കെയുള്ള വിചാരത്തോടുകൂടി ഞാനും ചെന്നു. ചെന്നപ്പോ മൂപ്പര് നല്ല കറുത്ത പഞ്ചാക്ഷരിയാ ഉച്ചരിക്കുന്നത്. നമശിവായ എന്നാണ് വെളുത്ത പഞ്ചാക്ഷരി. കറുത്ത പഞ്ചാക്ഷരി ആരംഭിക്കുന്നത് നായിൽ തന്നെയാ, അവസാനിക്കുന്നതും നാ തന്നെയാ. പറയണ്ടല്ലോ, മനസ്സിലായിന്നുണ്ടാവും. തുടങ്ങുന്നത് നായിലാണ്, അവസാനിക്കുന്നതിലും നായിലാണ്. ഒരു ചില്ലക്ഷരം കൂടെ ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്നും പറയാനൊന്നും പോയില്ല. ഇവൻ എൻ്റെ അടുത്ത് വന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ ഇവനിങ്ങനെ വന്ന് തട്ടുന്നൊക്കെ ഉണ്ട്, എന്നെ ശിഖയ്ക്ക് തട്ടുന്നുണ്ട്, ആക്കുന്നുണ്ട്. ഞാനൊന്നും മിണ്ടില്ല, ഞാൻ വർത്താനൊക്കെ പറഞ്ഞു. ഇവൻ്റെ പിന്നെ ഒരു സാമൂഹ്യ പശ്ചാത്തലം എനിക്കും അറിയുന്നതുകൊണ്ട് ഇവനുമായിട്ടൊക്കെ ഇടപഴകി വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ഇവൻ്റെ ഒരു ഫ്രണ്ടായി. I became a friend. So he told me, you cannot be a back. You cannot be back. You can be front. You cannot be back. And he cannot support me. That's what he said. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? ഈ അച്ഛൻ ശരിയല്ല, അതാണ് പ്രശ്നം. ഈ ഞാൻ മാത്രമല്ല,
ഈ നാട്ടിലുള്ള എല്ലാവരോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരെല്ലാം നിങ്ങളോട് പറയും എൻ്റെ അച്ഛൻ ഒരു ഹിരണ്യകശിപുവാണ്. ഞാൻ പ്രഹ്ലാദനാവാത്തത് എൻ്റെ ഒരു കഴിവുള്ളതുകൊണ്ട് മാത്രം, അല്ലെ എന്നോ ആയിപ്പോയി. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ എന്താ, അച്ഛന്റെ പ്രധാന പരിപാടി എന്താ വെച്ചാല്, ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ താല്പര്യം. ഇപ്പൊ ഇവിടെ ഒരു പ്രഭാഷണം നടക്കുന്നുണ്ട്, ഇവിടെ വന്ന് കേട്ടു. വേറൊരു സ്ഥലത്ത് വേറൊരു പ്രഭാഷണം ഉണ്ട്, അതും കേട്ടു. അതിൽ നിന്ന് കേട്ടതുമായ പരസ്പര വൈരുദ്ധ്യ കാര്യങ്ങളുള്ള കാര്യങ്ങൾ നടപ്പിലാക്കും. അതിൽ രണ്ടിലും ഏകദാനമുള്ളതല്ല നടപ്പിലാക്കുക, രണ്ടിലും പരസ്പര വൈരുദ്ധ്യമുള്ളതാണ് നടപ്പിലാക്കുക. അതാണ് നമ്മളൊരു പ്രത്യേകത. ഇങ്ങനെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ്. കാരണം എന്താ, ഒരാൾ പറഞ്ഞതല്ല വേറൊരാൾ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇയാൾ പറയുന്നതനുസരിച്ച് ഓരോരുത്തർ ചെയ്തു കഴിഞ്ഞാൽ, പണ്ട് കുട്ടി പറഞ്ഞതുപോലെയാ. അവിടുന്ന് സ്കൂളിൽ പോയപ്പോൾ പറഞ്ഞ ഭൂമി ഉരുണ്ടിട്ടാണ്, അത് മെഗല്ലനാണ് തെളിയിച്ചത്, ഇങ്ങനെ പോയി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം വീട്ടിൽ പോയി ഇരുന്ന് വായിക്കുകയാണ്, ഭൂമി ഉരുണ്ടതാണ് കണ്ണാണ്ട് പഠിക്കണമല്ലോ. ഇങ്ങനെ മെഗല്ലൻ അത് തെളിയിച്ചത് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് മൂപ്പരെ അച്ഛൻ വന്നത്. അയാൾ വന്നിട്ട് പറഞ്ഞു, ആര് പറഞ്ഞോടാ ഭൂമി ഉരുണ്ടിട്ടാണ്? നീ നോക്ക്, ഭൂമി പരന്നിട്ടല്ലേ. നല്ല തല്ലും കിട്ടി. ശരി, ഭൂമി പരന്നിട്ടാണ് ഇപ്പം കാണാണ്ട് പഠിച്ചു. സ്കൂളിൽ പോയി ഭൂമി പരന്നിട്ടാന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കിട്ടി തല്ല്. പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോൾ ഇവൻ പറഞ്ഞു, സ്കൂളെത്തുമ്പോൾ ഭൂമി ഉരുളുകയും വീട്ടിലെത്തുമ്പോൾ ഭൂമി പരക്കുകയും ചെയ്യും. സ്കൂളിലെത്തുമ്പോൾ ഭൂമി ഉരുളുകയും വേറെ ഒരു നിർവാഹവും ഇല്ല, ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഈ അച്ഛന്മാരുടെ ഉപദേശം. അപ്പോ ഞാൻ ചോദിച്ചു, എന്താ നോക്കൂ, എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും അടി എന്ന് പറഞ്ഞാൽ അത് ഡൈവേഴ്സിന്റെ വക്കിലെത്തുന്ന വരെയുള്ള അടിയെത്തി. അപ്പം എൻ്റെ ഇടയ്ക്ക് അമ്മ ഡൈവേഴ്സിന് പോയി. അപ്പൊ അന്വേഷിച്ചു, എന്താ അത്രയും യോജിപ്പിലുള്ള ഒരു കുടുംബമായിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിൽ ഭയങ്കര കയ്യടിയും പൊട്ടിച്ചിരിയും ഒക്കെ ഉള്ള ഒരു വീടാണ്. പെട്ടെന്ന് നിങ്ങൾ എങ്ങനെ ഡൈവേഴ്സിലേക്ക് എത്തിയത്, എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചു. അത് അങ്ങനെ പൊട്ടിച്ചിരിയൊന്നും അല്ലത്. അതെന്താ വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അടി കൂടുമ്പോ മൂപ്പര് ഒരു പാത്രം എടുത്ത് തന്നെ എറിയും, ഞാനങ്ങ് ഒഴിഞ്ഞാളും, അങ്ങനെ അങ്ങ്. അപ്പൊ കൊണ്ടില്ലല്ലോ ഞാൻ കയ്യടിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ പാത്രം എടുക്കും, റൊറ്റർ അവന്. അപ്പൊ അവനും ഒഴിയും. അപ്പൊ അവനെന്ത് ചെയ്യും, അവനെ പുറത്തുള്ള ആളുകളുടെ വിചാരം എന്താ വെച്ചാല്, ദിസ് ഹൗസ് ഇസ് എ വണ്ടർഫുൾ ഹൗസ്, ഓൾ പീപ്പിൾ ആർ laughing every minute and it's a wonderful house. Then suddenly what happened is, ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ, ഭാര്യയ്ക്ക് കറക്റ്റ് ഉന്നുണ്ട്, നമുക്കാണ് ഒന്നും ശരിയാവുന്നില്ല. This is the problem. എറിയുന്ന സമയത്ത് കറക്റ്റ് കൊള്ളുന്നുണ്ട്, ഞാൻ എറിയുന്നിട്ട് കൊള്ളുന്നില്ല. അപ്പോ ഈ രീതിയിൽ പോകുന്ന കുടുംബമാണ്. എന്നോട് പറയാ, അച്ഛൻ എനിക്ക് 3 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടാണ് എനിക്കൊരു ഒരു അഡ്മിഷൻ ശരിയാക്കി. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഗുളിക കഴിക്കും പോലെ അങ്ങനെ പറയും. ഞാനിങ്ങനെ പൈസ ചെലവാക്കി. ഇത് കേൾക്കുന്ന സമയത്ത് ഐ ഫീൽ ഓക്വേർഡ്, എനിക്ക് ഛർദ്ദിക്കാൻ വരും. എന്തെങ്ങനെയാണോ എന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ അങ്ങനെയൊന്നല്ല, ശരി എന്നൊക്കെ പറഞ്ഞു പോയി. കുറെ കാലത്തിന് ശേഷം ബോംബെ എയർപോർട്ടിൽ വെച്ച് ഞാൻ ഇവനെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് ഇപ്പോൾ വിശേഷം? ഇപ്പൊ എനിക്ക് 2 ലക്ഷം റുപ്യ ശമ്പളമുള്ള ജോലി കിട്ടി, ഞാൻ അങ്ങനെയൊക്കെ ആയി. അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ട്. അച്ഛൻ എനിക്ക് 3 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടാണല്ലോ അന്ന് ആ വീട് റെഡിയാക്കി തന്നത്, അല്ല സ്കൂള് ശരിയാക്കി തന്നത്. 9 ലക്ഷം റുപ്യ 3 ഇരട്ടി ചെലവാക്കി ഞാൻ മൂപ്പർക്ക് വൃദ്ധസദനത്തിൽ പോസ്റ്റ് റെഡിയാക്കി കൊടുത്തു. ശമ്പളം ഇൻട്രസ്റ്റ് സഹിതം ശരിയായി. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞത്, അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ബന്ധത്തെ നന്നായി പഠിപ്പിക്കണം. അവരെ വേണ്ട രീതിയിൽ ആചരണങ്ങൾ പഠിപ്പിക്കണം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. എങ്ങനെ പഠിപ്പിക്കും? ഇവിടെ നോക്കൂ, വേദത്തിൽ പറയുന്നത് പതിവേദനം. ഭർത്താവിനെ പറ്റി ആരാണ് എൻ്റെ അച്ഛൻ എന്ന് എന്നോട് ആരാ പറഞ്ഞത്? എൻ്റെ അമ്മയാ പറഞ്ഞത്, മോനെ നിന്റെ അച്ഛനാണ്. യുക്തിവാദികൾ പറയും ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നാലേ വിശ്വസിക്കുള്ളൂ. അവർ DNA പരിശോധനയൊക്കെ കഴിഞ്ഞിട്ടേ വിശ്വസിക്കൂ. അച്ഛനാണെന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ ആദ്യം DNA ടെസ്റ്റിന് അയക്കും. അത് ഉറപ്പായാൽ പിന്നെ എൻ്റെ പത്മനാഭൻ നായർ എൻ്റെ അച്ഛനെ ഞാൻ എന്ത് വിളിക്കും? അച്ഛ. അതാണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ. നമുക്ക് യുക്തിയൊന്നും വാദമല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും?
ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി. അമ്മയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, അമ്മയാണ് ദൈവം എന്നറിയാം, മാതൃദേവോ ഭവ എന്നറിയാം. അതുകൊണ്ട് അമ്മയാണ് ഏറ്റവും മഹത്തരം എന്ന് മനസ്സിലാക്കിയിട്ട് അമ്മ പറഞ്ഞു, അതാണ് മോനെ നിന്റെ അച്ഛൻ അച്ചായ അല്ലേ. ഈ അമ്മയെ നോക്കുക എന്ന് പറയുന്നത് വളരെ കാതലായ കാര്യമാണ്. അമ്മ എത്ര നാര്യസ്തു പൂജ്യന്തേ തത്ര രമന്തേ ദേവത ഇത് സ്മൃതിവാക്യം. സ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നാരികളെ പൂജിക്കേണ്ടത്, മാതൃദേവതകളെ പൂജിക്കേണ്ടത് എങ്ങനെയാണ്. പൂജിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു എന്താണ് തീയൊക്കെ എടുത്തോണ്ട് വന്നിട്ട് കൊട്ടുന്നതല്ല, അത് പൂജ തന്നെ. പക്ഷേ ആ പൂജയേക്കാൾ വലിയ പൂജ സ്വന്തം അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കുക. അച്ഛനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിപ്പിച്ചു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. ആചാര്യന്മാരൊക്കെ കുറ്റിയറ്റ വർഗമാണ്. അവരുടെ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം വേണോച്ചാ. അനുഭവമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ മനസ്സിലാവില്ല എന്നതുകൊണ്ടാണ് ആചാര്യ ദേവോ ഭവ എന്ന വിഷയത്തെ ഇവിടെ വ്യാഖ്യാനിക്കാതെ വിടുന്നത്. നിങ്ങൾക്ക് ആചാര്യന്മാരുമായി ബന്ധമില്ല, നിങ്ങൾക്ക് അച്ഛനും അമ്മയായിട്ടേ ബന്ധമുള്ളൂ. അപ്പോ അമ്മയെ എങ്ങനെയാ കാണേണ്ടത്? വേദങ്ങളിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അമ്മ കഴിഞ്ഞിട്ടേ ലോകത്ത് എന്തുള്ളൂ. കാരണം നമുക്ക് ഉപനയനമുണ്ട്, ഒരു പൂണൂലുണ്ട്. ഇങ്ങനെ ഒരു പൂണൂലിട്ടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരു പൂണൂലിട്ടുണ്ട്. ഈ പൂണൂലിന് 3 ഇഴയുള്ളത്. ഇട, പിങ്കള, സുഷുമ്ന എന്നൊക്കെ വേണേ പറയാം. ഇങ്ങനെ 3 ഇഴയുണ്ട്. എന്തായാലും ഈ ഇഴ എന്തിനാണെന്നറിയണം. ഇതെന്താ അറിയോ? ഭർത്തൃ വീട്ടിൽ ഭാര്യ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തന്തുവാണ്, എന്റെ തന്തുവാ. എങ്ങനെ? അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ പൊക്കിൾ കൊടിയിലൂടെയാണ് എനിക്ക് എല്ലാ ആഹാരവും കിട്ടിയത്. അതുകൊണ്ട് അമ്മ എനിക്ക് സ്വത്ത് തന്നില്ല, അതുകൊണ്ട് അമ്മ വൃത്തികെട്ടവളാണ് എന്നൊക്കെ പറയുന്ന അല്പജ്ഞാനികളായ ആളുകൾ മനസ്സിലാക്കുക, അവരുടെ ജീവിതം തന്നെ ഉണ്ടാകുമായിരുന്നില്ല ആ പൊക്കിൾ കൊടിയിലൂടെ ഭക്ഷണം കിട്ടിയിരുന്നില്ലെങ്കിൽ. അതെങ്ങനെ ഉണ്ടാവുക എന്നറിയോ? ഈ പൊക്കിൾ കൊടിയിലൂടെയുള്ള ഈ പൊക്കിൾ കൊടി എങ്ങനെ ഉണ്ടാവുക എന്ന് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണോ പൂണൂലിടുന്നത് അതേപോലെയാണ് കുട്ടിയുടെ ഇതിലിങ്ങനെ ഇടുക. അതേമാതിരി ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ തന്നെയാണ് ഇടുക, ഒരു വ്യത്യാസമില്ല. കാരണം അമ്മയിൽ നിന്നാണ് എനിക്ക് ഈ കണ്ട പ്രപഞ്ചത്തിന്റെ എല്ലാ ശരീരവും കിട്ടിയത്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആയുർവേദത്തില് മാതൃജന്യ രോഗങ്ങളും പിതൃജന്യ രോഗങ്ങളും ഉണ്ട്. അസ്ഥി രോഗങ്ങളെല്ലാം പിതൃജന്യ രോഗങ്ങളാണ്. അതായത് അച്ഛന്റെ ശാപം കൊണ്ടുണ്ടാവുന്നത്, അച്ഛന്റെ പരമ്പരയിൽ നിന്നുണ്ടാകുന്നത്, അച്ഛനിൽ നിന്നുള്ള ദോഷം കൊണ്ടുണ്ടാകുന്നത് അസ്ഥി രോഗങ്ങൾ. അതേപോലെ കുടൽ, കരൾ, പാൻക്രിയാസ് എന്നിത്യാദി അവയവങ്ങൾക്ക് മാതൃജന്യങ്ങളാണ്, അമ്മയോടാണ് ബന്ധം. ശരീരമുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് മോക്ഷം കിട്ടിയാലും നിങ്ങൾക്ക് ഈ ശരീരത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും അനുഭവിക്കണം, അത് തീരുന്നത് വരെ. മോക്ഷം കിട്ടി, ശരിയാണ്. ജീവൻ മുക്തി ഉണ്ടായാലും, ജീവൻ മുക്തി എന്നാണ് ഇതിന് പറയാ, ജീവൻ മുക്തി ലഭിച്ചാലും ശരീരം അതിന്റെ കാലം തീരുന്നത് വരെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ ശരീരത്തിന്റെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയുന്നത് മാതൃ പിതൃ ബന്ധങ്ങൾ വിട്ടുകളയാൻ പാടില്ല, വളരെ പ്രധാനമാണ്. കാരണം ഉപനയനം എന്നാണല്ലോ ഇത് പറയാ. പൂണൂലിന് പേരാണ് ഉപനയനം. അമ്മയുടെ പൊക്കിൾക്കൊടിയുടെ പേരാണ് ഉപനയനം. എന്താന്ന് വെച്ചാൽ അമ്മയുടെ കണ്ണാണ് അപ്പോൾ എന്റെ കണ്ണ്. എന്റെ ഉള്ളിലത്തെ കണ്ണിന് ചെറിയ കണ്ണാ, വലിയ കണ്ണ് മുകളിൽ അമ്മയുടെയാ. ഉപനയനമേ എന്റേതാവുന്നുള്ളൂ. ആചാര്യനും അത് തന്നെയാണ് ചെയ്യുന്നത്. ആചാര്യന്റെ ഗർഭത്തിലേക്ക് ഒരു ശിഷ്യനെ എടുത്ത് അവനെ ഉപനയിച്ച് ആചാര്യനുമായുള്ള ബന്ധം വെച്ച് നിന്റെ ഹൃദയത്തിൽ ഉള്ള സങ്കല്പങ്ങളെല്ലാം എന്റെ ഹൃദയം, നിന്റെ ഹൃദയം എന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗുരു ഉപനയന സംസ്കാരത്തിൽ പറയുന്നത്.
അതാണ് ആചാര്യൻ. അതുകൊണ്ടാണ് ആചാര്യൻ ഇത്ര വലിയ പ്രാധാന്യം കിട്ടുന്നത്. അല്ലാണ്ട് എവിടെയോ രണ്ട് ആധ്യാത്മിക പ്രഭാഷണം നടത്തിയോണ്ടല്ല. ഇപ്പൊ ഞാനിവിടെ നടത്തി പ്രഭാഷണം നടത്തി, നിങ്ങൾ കേട്ടു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോടൊരു ആചാര്യ ഭക്തിയും ഒന്നും ആവശ്യമില്ല. കേട്ടത് നല്ല കാര്യം, നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷെ നിങ്ങൾക്ക് അനുഭവജ്ഞാനല്ല. നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് അനുഭവത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. പ്രഭാഷണം മാത്രമേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. അതൊക്കെ കേൾവി മാത്രമാണ്, കേട്ടിട്ട് കാര്യമില്ല. ജ്ഞാനം മസ്തകജ്ഞാനം ഉണ്ടായിട്ടോ പുസ്തകജ്ഞാനം ഉണ്ടായിട്ടോ കാര്യമില്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. അപ്പോ അനുഭവത്തിൽ വരണം. അപ്പൊ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയാമോ? നമുക്ക് നല്ല അമ്മയോടുള്ള ഭക്തി ഉണ്ടാവണം. അപ്പൊ അമ്മയോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മരിച്ചു കഴിഞ്ഞു, ഒരു ഉണ്ട ഉരുട്ടി അവിടെ വെച്ചു, കാക്കയ്ക്ക് വിളിച്ചു. മരിക്കുന്നത് വരെ ആരും വരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് അച്ഛനും അമ്മ അമേരിക്കയിലാണ്, വരുന്നില്ല ആരും. അപ്പൊ മീരയാണ് നോക്കാൻ. അവസാനം ഞാൻ അവരൊരുത്തനെ വിളിച്ചു, നല്ല ചീത്ത പറഞ്ഞു. അവൻ പറഞ്ഞ ആള് മരിച്ചിട്ട് വന്നാൽ പിന്നെ എളുപ്പമല്ലേ, ഇതുകൂടി ചെയ്തു പോവാലോ. അതാണോ നമ്മൾ? അതാണ്. നോക്കൂ, ഒരു ധർമ്മം എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കും. ഒരു ധർമ്മത്തെ തെറ്റിദ്ധാരണയിൽ എത്തിച്ചു. അതിന്റെ വശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അതിനെപ്പറ്റി ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്, പുസ്തകം വായിച്ചു പഠിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ജീവനോടിരിക്കുമ്പോ അച്ഛനമ്മമാരെ ശ്രദ്ധിക്കണം. അതാണ് ശ്രാദ്ധം. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്തോ ചെയ്യോ ചെയ്യാണ്ടിരിക്കുക, എന്തേ ശ്രദ്ധാപൂർവം ചെയ്യുന്നത് ശ്രാദ്ധം. അപ്പോ ഗൾഫിലൊക്കെ മക്കളുണ്ടെങ്കിൽ എന്താക്കും? എനിക്ക് വരാൻ പറ്റുമോ? അപ്പൊ എന്താ ചെയ്യാന്നറിയോ? 2 മക്കളോ 3 മക്കളോ 4 മക്കളോ ഉണ്ടെങ്കിൽ ഒരു മകനോ മകളോ അത് ഏറ്റെടുക്കും. ആരെ നോക്കാൻ? അമ്മയും അച്ഛനെ നോക്കാൻ. എന്നിട്ട് ആരാണോ നോക്കുന്നത് അവർക്ക് വേണ്ട പണം അയച്ചു കൊടുക്കാൻ തർപ്പണം എന്ന് പറയും. അതാണ് തർപ്പണം. ആരോഗ്യമുള്ളിടത്തോളം കാലം പ്രശ്നമല്ല. ആരോഗ്യമില്ലാതായാൽ ഏതെങ്കിലും ഒരു മക്കള് തന്നെ നോക്കണം. മറ്റാർക്കും അത്ര. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. അസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരീ. അമ്മേനെ പറ്റി ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു. നോക്കൂ, വിൽ ഡ്യൂറാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹിസ്റ്റോറിയൻ ഉണ്ടായി, വലിയ ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ദ സ്റ്റോറി ഓഫ് ഫിലോസഫി. അതിനകത്ത് നിരവധി ഫിലോസഫേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാന്റ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ക്രോഷെ, മാർക്സ്, നീഷെ, ഫെഡറിക് നീഷെ, ഒരുപാട് ആളുകൾ. ഫെഡറിക് നീഷെ മനുസ്മൃതി ഏറ്റവും ഗംഭീരമായ ഗ്രന്ഥമാണെന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, the long white bearded God dead forever. നീണ്ട നരച്ച താടിയുള്ള ആ ദൈവം ചത്തുപോയിരിക്കുന്നു. അദ്ദേഹം എഴുതി വെച്ചതാണ്. But he believed in മനുസ്മൃതി. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, Thus Spake Zarathustra. ശരതുഷ്ട്രനെ കുറിച്ച്. ഇറാനിലെ സെന്ത് അവസ്ഥ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. പാർസികളുടെ പുസ്തകമാണ്, വേദം പോലെയാണ്. അവർ അഗ്നിയാണ് ആരാധിക്കുന്നത്. ആ സെന്ത് അവസ്ഥയുടെ പ്രവാചകന്റെ പേരാണ് സരതുഷ്ട്രൻ. അദ്ദേഹത്തെ കുറിച്ച് നീഷെ ഒരു പുസ്തകം എഴുതി. ബട്ട് നീഷെ wrote a lot of books. നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, തത്വചിന്തകൾ. And he became mad, lunatic. ഒരു ഭ്രാന്തായി പോയി. ഈ ഫിലോസഫി പഠിച്ച് 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 മൂപ്പർക്ക് ഭ്രാന്തായി. He died because of madness. His sister looked after him. അയാളുടെ സഹോദരിയാണ് നോക്കിയത്, ശുശ്രൂഷിച്ചത്. അപ്പോ അദ്ദേഹം ഒരിക്കൽ പറയാണ്, ഈ പുസ്തകം ഇങ്ങനെ അട്ടിയായിട്ട് വെച്ചപ്പോൾ പറയാണ്, അപ്പോ ഞാനും ഒരിക്കൽ പുസ്തകം എഴുതിയിരുന്നില്ലേ. In a sudden moment he recollected the thing. അത്രയും മനോഹരമായിട്ടാണ് സ്റ്റോറി ഓഫ് ഫിലോസഫി വിൽ ഡ്യൂറാൻഡ് എഴുതി. But he cannot write ശ്രീശങ്കരാചാര്യ. ശ്രീശങ്കരാചാര്യരുടെ പേരാണ് എഴുതിയില്ല, കാരണം അദ്ദേഹത്തിന് പ്രാന്തായിട്ടില്ലല്ലോ. അതാണ് പ്രത്യേകത. തത്വചിന്തയില് നിങ്ങൾ പ്രസ്ഥാനത്രയി, ബ്രഹ്മസൂത്ര ശാങ്കരഭാഷ്യം, ഉപനിഷത്തിന്റെ ശാങ്കരഭാഷ്യം, അതേപോലെ ഗീതയുടെ ശാങ്കരഭാഷ്യം, മൂന്നും നിങ്ങൾക്ക് വായിച്ചു തീർക്കാമെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തായി പോകും. നല്ല ബുദ്ധിയും സാധനയും തപസ്സും ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു. അത്രയും വളരെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം എനിക്കറിയാവുന്നതാണ്. ഞാൻ
വിദ്യാവാചസ്പതി വി പനോളി ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യം എഴുതാനാണ് അദ്ദേഹത്തിന് ബാക്കിയുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഒരിക്കൽ വിളിച്ചു. ഞാൻ മാതൃഭൂമിയിൽ ജോലി ചെയ്യുമ്പോഴാണ്. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് താങ്കളെ കാണണമെന്നുണ്ട്, വരാൻ പറ്റുമോ? ഞാൻ ഇങ്ങനെ രോഗശയ്യയിലാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം, 1 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്താം. ഞാനൊരു പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ ഞാൻ ഭക്ഷണം കഴിക്കാതെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൊ അദ്ദേഹം എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കണ്ട, കിടക്കൂ. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ബ്രഹ്മസൂത്രത്തിന്റെ ശാങ്കര ഭാഷ്യം കൂടി ആയാൽ പ്രസ്ഥാനത്രയി പൂർണ്ണമായി. അത് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഇൻ ഡെത്ത് ബെഡ്, എനിക്കിനി അത് ചെയ്യാൻ കഴിയില്ല. താങ്കൾക്കത് ചെയ്യാൻ പറ്റുമോ? ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു, ഒന്നാമത് ഞാൻ ഒരു ശാങ്കര അദ്വൈതിയല്ല, അത് അങ്ങേക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാവും. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഇത് പഠിക്കണം. അപ്പൊ അദ്ദേഹം എന്റെ കൈ ഇങ്ങ് മുറുകെ പിടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്തുണ്ടായിരുന്നു. അവരുടെ കണ്ണിൽ വെള്ളം നിറയുന്നത് ഞാൻ കണ്ടു. പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് നീ എനിക്ക് ചെയ്ത് തരേണ്ടി, അത് നിനക്ക് ചെയ്യാൻ പറ്റും, നീ സത്യസന്ധനാണെന്ന് എനിക്കറിയാം. ഒറ്റ വാക്കാണ്, സത്യസന്ധനാണെന്ന് അറിയാം. അങ്ങക്ക് അത്രയും വിശ്വാസമുണ്ടോ എന്ന് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ മാതൃഭൂമിയിലെത്തി. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു എന്ന വാർത്ത. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യം, അതും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്കല്ല ആക്കേണ്ടിയിരുന്നത്, ഇംഗ്ലീഷിലേക്ക് ആക്കേണ്ടി. വളരെ പെട്ടെന്ന് അത് ചെയ്തു തീർക്കേണ്ടി വന്നു. അത് ചെയ്തു തീർത്തപ്പോഴാണ് എനിക്ക് ശ്രീശങ്കരാചാര്യരുടെ മഹത്വം, എത്ര വിശാലമായ ഒരു വിജ്ഞാനത്തിന്റെ സാഗരമായിരുന്നു ഭഗവാൻ ശങ്കരപാദർ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ആ വിൽഡ്യൂറാൻഡ് ഇത്രയും വലിയൊരു തത്വജ്ഞാനിയെ അവിടെ ഉപയോഗിക്കാൻ വിട്ടുപോയി. അതിന് പ്രായശ്ചിത്തം എന്ന പോലെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേരാണ് സ്റ്റോറി ഓഫ് അവർ ഓറിയന്റൽ ഹെറിറ്റേജ്. അവർ ഓറിയന്റൽ ഹെറിറ്റേജ്, ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ എന്നാണ് ആ പുസ്തക പരമ്പരയുടെ പേര്. അതിലൊരു വോളിയത്തിന്റെ പേര് അവർ ഓറിയന്റൽ ഹെറിറ്റേജ് എന്ന്, നമ്മളുടെ പൗരസ്ത്യ പാരമ്പര്യം. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ ശങ്കരാചാര്യർ എന്ന മഹാനായ പ്രതിഭയെ വിട്ടുപോയതിന്റെ പ്രായശ്ചിത്തം തീർക്കാൻ വേണ്ടി ഈ പുസ്തകം ഞാൻ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. ആ ശങ്കരാചാര്യ സ്വാമികള് നിങ്ങൾക്കറിയാം, അദ്ദേഹം എവിടെയൊക്കെ കീഴടക്കിയിട്ടുണ്ട്. അദ്ദേഹം സർവജ്ഞ പീഠം കയറിയ ആളാണ്. സർവജ്ഞ പീഠം കയറുമ്പോൾ ശാരദാ മന്ദിരത്തിലേക്ക് എത്തുമ്പോൾ അത് കിഴക്കേ നടയിലൂടെ പ്രവേശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഋഗ്വേദ പണ്ഡിതന്മാർ അദ്ദേഹത്തോട് വാദപ്രതിവാദത്തിൽ തങ്ങളെ തോൽപ്പിച്ചാൽ മാത്രമേ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. അവരെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളെ തോൽപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, ഇതിന്റെ വടക്കേ നടയിൽ യജുർവേദികളുണ്ട്, അവരെ കാണണം. യജുർവേദികളെ തോൽപ്പിച്ചു. തുടർന്ന് സാമവേദികളെ തോൽപ്പിക്കാൻ വേണ്ടി അടുത്ത നടയിലും, അഥർവവേദികളെ തോൽപ്പിക്കാൻ വേണ്ടി അതിനടുത്ത നടയിലും ചെന്ന് അതെല്ലാം തോൽപ്പിച്ച് സർവജ്ഞപീഠം കയറിയ ആദിശങ്കര ഭഗവത്പാദരെ അദ്ദേഹം സ്വന്തം അമ്മയെ കുറിച്ച് പാടിയത് കേൾക്കുമ്പോൾ നമ്മളെല്ലാം എത്ര തുച്ഛന്മാരാണ്. ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലവ്യഥ. അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച ശൂലം കുത്തുന്നത് പോലെയുള്ള നീറ്റുന്ന വേദനയ്ക്ക് പകരമായി, ഹേ അമ്മേ, അമ്മയുടെ മുമ്പിൽ എനിക്കൊന്ന് നമസ്കരിക്കാൻ മാത്രമല്ലേ കഴിയൂ, മറ്റെന്ത് ഈ മകനെ കൊണ്ട് സാധിക്കും? നൈരുച്യം തനുശോഷണം. അമ്മയുടെ രുചി പോയി. അഹോരാത്രാണി വിദദത് വിശ്വസ്യ മിഷദോ വശി. അഹോരാത്രം എന്ന് പറഞ്ഞ യജ്ഞം ചെയ്തു എന്നാണ് വേദത്തിൽ പറഞ്ഞത്. ഋഗ്വേദത്തിൽ പറയാണ്, അമ്മ ചെയ്തത് അഗ്നിഹോത്രമല്ല, അശ്വമേധമല്ല, അതിരാത്രമല്ല, സോമയാഗമല്ല, അതിനേക്കാളൊക്കെ വലിയ 365 ദിവസം നീണ്ടു നിൽക്കുന്ന അഹോരാത്രം എന്ന യജ്ഞമാണ്. അപ്പൊ നൈരുച്യം തനുശോഷണം. നൈരുച്യം, രുചിയില്ലാണ്ടായി പോയി അമ്മയ്ക്ക്.
കാരണം അമ്മയുടെയും മകന്റെയും രുചി തമ്മിൽ വ്യത്യാസമുണ്ട്. മകൻ ജീവാത്മായി വന്നപ്പോൾ തന്നെ സന്യാസിയാണ്. മകന്റെ താല്പര്യങ്ങൾ അത്രയും സന്യസ്ത ജീവിതത്തിന്റെ താല്പര്യം. അമ്മയുടേതാകട്ടെ തികഞ്ഞ ഗാർഹസ്ഥ്യത്തിന്റെ താല്പര്യം. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും യതിയാകേണ്ട ശങ്കരനില്ല. യതിയാകേണ്ട ശങ്കരന്റെ ചിന്ത എവിടെ? ഗാർഹസ്ഥ്യത്തിലിരിക്കുന്ന അമ്മയുടെ ചിന്ത എവിടെ? അതനുസരിച്ചുള്ള ആഹാരം കഴിച്ചിരുന്നു അമ്മ ഛർദി വരുന്നു. തനുശോഷണം അമ്മ മെലിഞ്ഞു മെലിഞ്ഞ് ഇങ്ങനെയായി. അവസാനം പ്രസവ വേദനയോടുകൂടി ഈ ശങ്കരനെ പ്രസവിച്ചു. തനുശോഷണം മലമയീ ശയ്യാജ സംവത്സരി. എന്നിട്ടുള്ള എന്റെ അടുത്ത കലാപരിപാടി എന്താ? രാത്രി മുഴുവൻ മൂത്രമൊഴിക്കാം, മുഴുവൻ അപ്പിടുക. ഇത് മാറ്റന്നെ മാറ്റന്നെ മാറ്റന്നെ. ഉറക്കം മുഴുവൻ പോയി. അമ്മയെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറയുമ്പോൾ എനിക്കിന്ന് സമയല്ലേ, എനിക്ക് പറ്റില്ലേ, അമ്മയൊന്ന് നീ നോക്ക് എന്ന് പറയുമ്പോ നോക്കാനിപ്പോ നോക്കുക വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്ന പ്രശ്നമേ ഇല്ല, എനിക്ക് അമ്മയെ കാണാനാവില്ല, ഇപ്പൊ സമയമില്ല എന്ന് പറയുന്ന മക്കൾ ശ്രദ്ധിക്കൂ. മലമയീ ശയ്യാജ സംവത്സരി. ഒരു വർഷം ഇതൊക്കെ ചെയ്യുമ്പോ ഉണ്ണിമൂത്രം പുണ്യാഹം എന്ന് പറഞ്ഞ് അപ്പിയിട്ടാൽ അതൊക്കെ വലിയ പുണ്യമല്ലേ എന്ന് കരുതി നമ്മെ ഓർത്തോർത്ത് പുഞ്ചിരിച്ച് നമ്മെ നോക്കി കൊഞ്ചിച്ചു വളർത്തിയ ആ അമ്മയെ ഒന്ന് നോക്കാൻ കഴിയാത്തവന് ഭഗവത് സാന്നിധ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക സാധ്യമോ? 5000 ഉറുപ്പിയുടെ ടയോട്ടോയും വിളിച്ച് ഇന്നോവയും വിളിച്ച് മൂകാംബിയിലേക്ക് പോകുന്നതിന് മുൻപ് സ്വന്തം അമ്മയുടെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ചു കൂടെ? എന്തൊരു സ്നേഹമായിരിക്കുന്നു അമ്മ! എന്തൊരു സ്നേഹത്തോടു കൂടി നിങ്ങൾ കെട്ടിപ്പുണരും! ആ പൊക്കിൾക്കൊടി ബന്ധത്തിന് പകരം വെക്കാൻ ഈ ലോകത്ത് എന്തുണ്ട്? മലമയീ ശയ്യാജ സംവത്സരി. പിന്നെയോ അതങ്ങനെ നീണ്ടു പറയുമ്പോ കൂടുതലൊന്നും പറയുന്നില്ല, അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇത്ര തന്നെ കൊണ്ട് തീർന്നു. മാതൃപഞ്ചകം മുഴുവൻ മുഴുമിപ്പിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞു, ഇവിടെ തീർന്നു. ആദ്യത്തെ 2 വരിയിൽ മാതൃപഞ്ചകം മുഴുവനുണ്ട്. ഞാൻ പറയുന്നില്ല. പിതൃക്കൾ ആരാണ്? ഐതരേയോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, പിതൃഗർഭത്തിലാണ് ഞാൻ ആദ്യം ജനിച്ചത്. പിതൃഗർഭത്തിൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൈസ എന്നുള്ള ആളല്ല ഞാൻ, വലിയ സാമ്പത്തിക വ്യവസ്ഥയൊന്നും എനിക്കില്ല, സാധാരണക്കാരന് സാധാരണക്കാരൻ, ഒന്നുമില്ലാത്തവനാണ്. ഒരു സന്തോഷം, എൻ്റെ അച്ഛനെ പോലെ കഴിവുള്ള ഒരാളില്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വാസം. ആളുകള് പറയും 10 വയസ്സും 14 വയസ്സും ഒക്കെ എത്തുമ്പം പറയുന്നത് എൻ്റെ അച്ഛനെ പോലെ ഒരു അച്ഛനില്ല. കുട്ടികൾ 25 വയസ്സാവുമ്പോൾ പറയുന്നത് അച്ഛന് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. 30 വയസ്സാകുമ്പം അച്ഛനും ഞാനും തമ്മിൽ യാതൊരു കാരണവശാലും അടുക്കാൻ സാധ്യതയില്ല. 35 വയസ്സാകുമ്പോൾ പറയും അച്ഛന് പലതും ചെയ്യാൻ പറ്റുമായിരുന്നു, അച്ഛൻ അതൊന്നും ചെയ്തില്ല. 45 വയസ്സാകുമ്പോൾ പറയുന്നത് അച്ഛൻ ചെയ്തതിൻ്റെ 100-1 എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യേണ്ടി വരികയില്ല. ആ അച്ഛൻ, ആ അമ്മ, അവരെ നോക്കാത്ത ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഭഗവാനെ കിട്ടില്ല. ആദ്യം പഠിക്കേണ്ടത് അതാ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. വലിയ കാര്യങ്ങളാണ്, നിങ്ങൾ പഠിക്കണം. നോക്കൂ, ഐഹികമായ ജീവിതത്തിന് വേണ്ടതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിങ്ങൾ ദിവസവും സരസ്വതി സൂക്തം ജപിക്കൂ. പാവകാന സരസ്വതി വാജേ പ്രവാചിനീവതി യജ്ഞം വഷ്ടുതിയാവസു ചോദയിത്രീ സുനുദാനാം ഛേദന്തി സുമദീന യജ്ഞം ദദേ സരസ്വതി. അമ്മയല്ലേ, വേറെ ആരും അല്ലാതെ. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ സമയമൊന്നും ഉണ്ടാവും, പഠിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. കാരണം അമ്മയെ സഹായിക്കാനേ സമയം ഉണ്ടാവും. 2 ആൺകുട്ടികളാണെങ്കിൽ അമ്മയ്ക്ക് കുറേ അസുഖമുണ്ട്, അപ്പോൾ സഹായിക്കാൻ കൂടണം. എല്ലാം കഴിഞ്ഞ് ഓടിത്തികഞ്ഞ് 10 മണിക്ക് ബെല്ലടിക്കുമ്പോഴേക്കും 9-9:45 അവിടെ എത്തുമ്പോഴായിരിക്കും അവിടെ ചെയ്യാനുള്ള ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അതെല്ലാം കൂടി ചാടിപ്പിടിച്ച് എഴുതി
മാഷക്ക് കൊടുത്ത് 2 അടിയും വാങ്ങിച്ചിട്ടാണെങ്കിലും പരീക്ഷ എഴുതി ജയിച്ചു എവിടെയെങ്കിലുമൊക്കെ എത്തുന്ന രീതിയിൽ എത്തുമ്പോൾ ആരും ഒന്നും നിർബന്ധിച്ച് പഠിപ്പിച്ചല്ല നമ്മളാരും ഇവിടെ എത്തിയത്. ഇന്ന് നിങ്ങൾ നിർബന്ധിച്ച് പഠിപ്പിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മയെ എനിക്ക് ഓർമ്മ വരും, എൻ്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വരും. ഞാൻ എവിടെ നിൽക്കുമ്പോഴും ഞാനത് ഓർക്കും. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഒരു വേദമന്ത്രം എനിക്ക് ചൊല്ലാൻ പറ്റും. എന്തെല്ലാം പറഞ്ഞാലും അത് അവസാനം ആരാണ്? ഈ ഐഹിക ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ ബന്ധമാണത്. ബന്ധനമല്ല, ബന്ധമാണ്. ആ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാനാണ് ഗൃഹസ്ഥൻ ആദ്യം പഠിക്കേണ്ടത്. എവിടെ നിന്നാണ് സംസ്കാരം ആരംഭിക്കുന്നത്? അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്. കുടുംബം സംതൃപ്തപൂർണമാകണം. അവിടെ നിന്ന് നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുന്നു. പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാതെ ഭക്ഷണം കഴിക്കരുതെന്ന് ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയുടെ 3-ാം അധ്യായം വ്യാഖ്യാനം ചെയ്തപ്പോൾ നിങ്ങളെ യജ്ഞശിഷ്ടാശനസ്സന്തോ എന്ന് പറഞ്ഞില്ലേ? മുച്യന്തേ സർവകിൽബിഷ. നിങ്ങളോട് പറഞ്ഞില്ലേ യജ്ഞം ചെയ്തിട്ടേ ചെയ്യാവൂ. ഏതൊക്കെയാണ് യജ്ഞം? ഗായത്രിയാദി സന്ധ്യാവന്ദനങ്ങൾ ചെയ്യണം. ഒരു ഗൃഹസ്ഥനാണെങ്കിൽ സന്യാസി ഒഴികെ എല്ലാവരും പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം. സന്യാസി അനഗ്നിയായതിനാൽ ബ്രഹ്മയജ്ഞം നിർബന്ധമായും അനുഷ്ഠിക്കണം. സന്യാസി ചെയ്യേണ്ടത് ബ്രഹ്മയജ്ഞമാണ്, അഗ്നിഹോത്രം ചെയ്യേണ്ടതില്ല. അഗ്നിവിധി അനഗ്നിയാണ് സന്യാസി. കാരണം വിരജാഹോമം ചെയ്ത് ആ അഗ്നിയെ സ്വശരീരത്തിലേക്ക് ആവാഹിച്ച് അതാണ് അവര് വൈരാഗ്യത്തിന്റെ അതായത് ഇവിടെ കാണുന്ന ലൗകിക ജീവിതത്തിനോട് വൈരാഗ്യഭാവേന അവര് കാഷായ വസ്ത്രം ധരിക്കുന്നത്. അല്ലാതെ വീട്ടില് പണിയെടുക്കുന്ന സമയത്ത് ഇടാനുള്ള ഒരു സാധനമല്ല ഈ പറയുന്ന കാവി എന്ന് മനസ്സിലാക്കണം. ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും പറയാറുണ്ട്, ഗൃഹസ്ഥന്മാർക്ക് ഒരിക്കലും അനുവദനീയമല്ല കാവി. തമാശയ്ക്ക് പോലും എടുത്തുകൊടുക്കാൻ പാടില്ല. ഇനി നിങ്ങൾ ഉടുത്താൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് വൈരാഗ്യം വരും, കുടുംബം വേണ്ടെന്നൊക്കെ തോന്നും. അത് ട്രെയിൻഡ് അല്ലാത്തത് കൊണ്ട്, അതായത് ഒരു ശിക്ഷണത്തിലല്ല. അതുകൊണ്ട് കുടുംബം വേണ്ടാന്ന് തോന്നുമ്പോൾ മറ്റു പല ബന്ധനങ്ങളിലും പോയിട്ടാണ് പെടുക. അത് മോശമായ അവസ്ഥയിലുമായിരിക്കും. അതിനാൽ കാവി നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഗൃഹസ്ഥന്മാർക്ക്, ബ്രഹ്മചാരികൾക്ക്, വാനപ്രസ്ഥികൾ 3 പേർക്കും ഇത് പറഞ്ഞിട്ടില്ല. വാനപ്രസ്ഥികൾക്ക് ധരിക്കേണ്ടത് മഞ്ഞ നിറം, ബ്രഹ്മചാരികൾ ഉപയോഗിക്കേണ്ടത് വെളുത്ത വസ്ത്രങ്ങൾ. ഗൃഹസ്ഥാശ്രമികൾക്ക് ഏത് നിറത്തിലുള്ള വസ്ത്രവും ഉപയോഗിക്കാം, എക്സെപ്റ്റ് നിർബന്ധമാണത്, പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തിനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ് ഇതെല്ലാം. അതായത് ഓരോന്നിനെ കുറിച്ചും പഠിക്കണം. എന്തിനാണ് കങ്കണം? വളയിടുന്നത് എന്തിനാ? സ്ത്രീകൾ വളയിടുന്നു എന്തിനാണ്? വളയിട്ടാൽ ഇവിടെ ഒരു നാഡിയുണ്ട്, അത് ദീപ്തമായിട്ട് പ്രത്യുൽപാദനത്തിന് സഹായിക്കും, കുഞ്ഞുങ്ങൾ ഉണ്ടാവും. കങ്കണ സൂക്തം അഥർവവേദത്തിലുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ചരകൻ ദാമ്പത്യ ജീവിതത്തിൽ പ്രധാനമായ കുട്ടികളുടെ നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നിടത്ത് കൈകളിൽ കങ്കണം ധരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മോതിരം, വിരലിന്റെ മുകളിലാണ് മോതിരണിയുന്നത്. അങ്കുഷ്ട, ഈ അങ്കുഷ്ടമാണ് തലേന മുകളിലുണ്ട് എന്ന് പറഞ്ഞത്. അതാണ് ദ്രോണര് ചോദിച്ചത്. അല്ലാണ്ട് ദ്രോണര് വർണ്ണവ്യവസ്ഥന്റെ ആളായതുകൊണ്ട് ബ്രാഹ്മണ്യത്തിന്റെ പീഡനത്തിനെ ഉദ്ദേശിച്ച് ദ്രാവിഡനും വളരെ ദളിതനുമായ നമ്മുടെ ഇയാളുണ്ടല്ലോ, എന്താണ്, ഏകലവ്യൻ സാറിനോട് ആ വിരലിങ് തരണം എന്ന് പറഞ്ഞതല്ല. അവനോട് ഇത്രേ പറഞ്ഞുള്ളൂ, നിന്റെ അങ്കുഷ്ടത്തെ എനിക്ക് തരിക എന്ന് പറഞ്ഞാൽ നമസ്കരിച്ചാൽ മതി, ഗുരുവായി. അതിന് പകരം മൂപ്പർ എന്ത് ചെയ്തു? ഇത് ട്രെയിൻഡ് അല്ലല്ലോ, പഠിച്ചിട്ടില്ല, നേരെ മൂപ്പര് പോയി കഷ്ണം മുറിച്ച് കൊണ്ടു കൊടുത്തു. എന്ത് പറയാനാ? അതിനും കുറ്റമാർക്ക്? അതങ്ങനെയാണ് എപ്പോഴും. കാരണം എന്താണെന്നറിയോ, വിവേകമുള്ളവര് പിന്നെ ഈ നീതിശാസ്ത്രത്തിൽ ഭർതൃഹരി പറയും, വിവേകമുള്ളവർ വെള്ളത്തിൽ കിടക്കുന്ന തേളിനെ രക്ഷിക്കാൻ പോകില്ല.
കാരണം അതിനറിയില്ല ഇത് രക്ഷിക്കുകയാണെന്ന്. നല്ല കടി തരും. ജ്ഞാനല ദുർവിദഗ്ധന്മാർ എന്നാണ് അയാൾ ഉപയോഗിച്ച വാക്ക്. എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവൻ മൂർഖന്മാർ നട്ടേ കാണുന്നു. വേറെ ഒന്നും വലിയ സംസ്കൃതമൊന്നും അതിൽ കാണേണ്ട കാര്യമില്ല. ചുരുക്കം, വളരെ ചുരുക്കി പറഞ്ഞാൽ, അധികം പറഞ്ഞു പോയെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇന്നും കൂടി പറയാനുള്ളൂ, പറഞ്ഞു തീർക്കുകയും വേണമല്ലോ. അപ്പോ ഗൃഹസ്ഥാശ്രമധർമ്മികൾ ബ്രഹ്മയജ്ഞം ചെയ്യണം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് അഗ്നിഹോത്രം നിർബന്ധമായും അനുഷ്ഠിക്കണം. അച്ഛനമ്മമാരെ, ആചാര്യന്മാരെ വേണ്ട രീതിയിൽ ശ്രാദ്ധവും തർപ്പണവും നടത്തണം. അതിഥികൾ വന്നാൽ സൽക്കരിക്കണം. അതിഥി ആരാണ്? അതിഥി എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലുള്ള ആൾ ഇങ്ങോട്ട് വന്ന ഉടനെ ബിസ്ക്കറ്റും ചായയും കൊണ്ടുവരുന്ന പരിപാടിയല്ല. ഞങ്ങളുടെ നാട്ടിൽ ആ ബിസ്ക്കറ്റിന്റെ പേര് ചാവ് ബിസ്ക്കറ്റ് എന്നാ. കാരണം മരിക്കുന്നേരം കൊടുക്കുന്ന ബിസ്ക്കറ്റാ. ആര് വന്നാലും പറയും എടുത്തോളൂ ബിസ്ക്കറ്റ്, കാരണം അത് മൈദയാണ്, അത് കഴിക്കുന്നതോട് ഇവന് ഷുഗർ വരാൻ തുടങ്ങും. അതാണ് ഇവനും ഉദ്ദേശിച്ചത്. ഇനി മേലാലും ഇങ്ങോട്ട് വരരുത് എന്ന് ഉദ്ദേശിച്ച. അപ്പൊ ഇങ്ങനെയല്ല. അതിഥി എന്ന് പറഞ്ഞാൽ തിഥി നോക്കാതെ വരുന്ന സന്യാസിമാരോ വേദം പഠിച്ചവരോ ഒക്കെയാണ്. അവരങ്ങനെ വന്നാൽ അവരെന്ത് ചെയ്യണം? അവരങ്ങനെ അപൂർവമായിട്ടേ വരൂ, എല്ലാ ദിവസവും ഒന്നും കയറി വരില്ല. ഒരു വരുമ്പോൾ അവരെങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് അറിയോ? ആദ്യം അവർക്ക് പാദ്യം, കാലിൽ വെള്ളം കുടിച്ചു, പാദ്യം, അർഘ്യം, മുഖം കഴുകും, പിന്നെ വെള്ളം കുടിക്കാൻ പോകണം. ആചമനീയം, പാദ്യമിതം അർഘ്യമിതം ആചമനീയമിതം. കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് കൊടുത്ത് എന്നിട്ടേ നമസ്കരിക്കണം. അല്ലാണ്ട് കാണുന്നതിന് മുമ്പ് അയാളെ കാല് പിടിച്ചിട്ട് മുഴുവൻ അനുഗ്രഹവും ഹോൾസെയിലായിട്ട് വാങ്ങിക്കളയാം എന്ന് വിചാരിച്ചാണ് ഇപ്പൊ ആളുകൾ പെടപ്പെടപ്പെടപ്പെടെന്ന് ഒറ്റ വീഴ്ച. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ അമ്മമാരും എന്റെ കാലുമേലേക്ക് വന്ന് വീഴരുത്. നിങ്ങൾക്ക് വീഴാൻ പറ്റിയ നിങ്ങളുടെ അമ്മമാരെ കാലാണ്, പോയി പിടിച്ചോളൂ. എന്നെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ ശിഷ്യന്മാര് എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് എൻ്റെ സാധനയിൽ പിഴവ് വരാതെ അവരെ പരിശീലിപ്പിക്കാൻ ശ്രമിക്കും. പിഴവ് വരും എന്ന് തോന്നിയാൽ നമസ്കാരം പറഞ്ഞു ഒഴിവാകും. ഒരു ഒട്ടലുമില്ല. എന്റെ ഉപാസനയ്ക്ക് മുടക്കം വന്നാൽ മോശമല്ലേ? ജന്മയില്ലേ, എപ്പോഴെപ്പോഴും ജന്മം കിട്ടൂല. ഇപ്പൊ ഞാനിവിടെ ഒന്ന് പ്രഭാഷണം നടത്തുന്നത് എന്റെ മനസ്സിനെ ഉറപ്പിക്കാനാ, എന്റെ മനസ്സിനെ ഉറപ്പിക്കാനാ. എനിക്കതിന് ഭാഗ്യം ഉണ്ടായി. നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്നെ കൊണ്ട് ഇത് പറയിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് കൊണ്ട് എനിക്കാണ് ഭാഗ്യം. ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളില്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. നിങ്ങളാണ് എനിക്ക് ഈ ഭാഗ്യത്തെ തന്നത്. എന്റെ കഴിവ് എന്ന് പറയുന്നതൊന്നും അല്ല, അത് ഞാൻ തന്നെ മനസ്സിലാക്കണം. അപ്പോ ആചാര്യന്മാരെ സ്വീകരിച്ച് അവർക്ക് ഉപസ്ഥിതമായ ശേഷം അവരോട് ചോദിക്കുക എന്തൊക്കെയാണ് നമ്മളെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത്, കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വിചരണം ചെയ്യുന്ന നടന്നുകൊണ്ടേയിരിക്കുന്ന ആചാര്യന്മാർക്കറിയാം. എന്താ കാരണം എന്നറിയോ? അപ്പൊ ഞാനൊരു വീട്ടിൽ ചെല്ലുന്നു, അവിടെ നിന്ന് പറയാം ഒരു മകന് ജോലിയില്ല, അതാണ് അപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കേട്ടു, എന്താ വിദ്യാഭ്യാസം? കേട്ടു, എഴുതിയെടുത്തു. ശരി. നമ്മൾ അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ പറയും, ആചാര്യൻ നമ്മളെ കമ്പനിയിൽ ഒരാൾ വേണം, ഞങ്ങൾ എത്ര നോക്കിയിട്ടും വിശ്വാസമുള്ള ഒരാളെ കിട്ടുന്നില്ല, ഒരാളെ നോക്കൂ. പിന്നെന്താ, ഇതാ ഇപ്പൊ തന്നെ വിളിച്ചോളൂ. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു നഷ്ടം എനിക്കുണ്ടോ? രണ്ടു ഭാഗത്തും ഗുണം കിട്ടിയില്ലേ? രണ്ടു ഭാഗത്തും ഗുണം കിട്ടിയില്ലേ? എന്റെ അടുത്ത് എത്ര ആളുകൾ വന്നിട്ട് പറയും എനിക്ക് ആകാവുന്ന സഹായങ്ങളൊക്കെ ചെയ്യും, അപ്പം മറക്കുകയും ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് പണ്ട്, ഇവൻ എന്താ അത്രയ്ക്ക് ദേഷ്യം എന്നോട്, ഞാൻ ഒരു ഉപകാരവും ഇവന് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഒരു ഉപകാരം ഒരു ഹിന്ദുവിന് ചെയ്തോ അത് നമുക്ക് ഉപദ്രവമായി വന്ന ചരിത്രമേ ഉണ്ടാവൂ പറയാൻ ഓരോരുത്തർ. അതങ്ങനെയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതങ്ങനെയാണ്. അതിന് കാരണം എന്താണെന്നറിയാമോ? വിനയത്തോടെ ആചാര്യപാദങ്ങളിൽ പഠിച്ചവരല്ലാത്തത് കൊണ്ടാണ്. മറ്റ് മതക്കാരെല്ലാവരും വിനയത്തോടെ പഠിച്ചവരാണ്. അവരിൽ വിനയമുണ്ട്. മറ്റെന്ത് ദോഷമുണ്ട് എന്ന് നിങ്ങൾ ആരോപിച്ചാലും അവരിൽ വിനയമുള്ളതിനാൽ, ആചാര്യപാദങ്ങളിൽ നമസ്കരിച്ചവരായതിനാൽ, പഠിപ്പിച്ച ആചാര്യന്മാരോട് ബഹുമാനമുള്ളവരാകയാൽ ഗുരുത്വം ഉള്ളവരാണ്. ഗുരുത്വമില്ലാത്തവരുണ്ടാവുന്ന ഒരു സാധനത്തിന്റെ പേരാണ് ലഘുത്വം. ഗുരു ലഘു.
ഗുരു എന്ന് പറഞ്ഞാൽ കാണു നിൽക്കും. അവരോട് സംസാരിക്കുന്ന രീതിയുടെ പേരാണ് ഗൗരവം. അങ്ങനെയാണ് വാക്ക് തന്നെ, ഗൗരവം. ഗുരുവിനോട് സംസാരിക്കുമ്പോൾ ഗൗരവത്തോടെ സംസാരിക്കും. അല്ലാണ്ട് അയാളെ മേൽ പാഞ്ഞു കയറി അയാളെ കാലുമ ചാടിപ്പിടിച്ച് ഹൈ എന്തൊക്കെ ഉണ്ട് കുട്ടാ അതൊക്കെ പറഞ്ഞ് ചാടി വീഴുന്നതിനൊന്നും ചെയ്യാൻ പാടില്ല. അതെല്ലാം അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വളരെ ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഗുരുക്കന്മാരൊക്കെ കൂടെ നടക്കുമ്പോ ശ്രദ്ധിക്കണം. അവർ അഗ്നിയാണ്. തൊട്ട് കഴിഞ്ഞാൽ അനവസരത്തിലാണ് തൊടുന്നതെങ്കിൽ പൊള്ളിയിരിക്കും. പൊള്ളിയ വിവരം അപ്പോഴറിയില്ല, 4-5 കൊല്ലം കഴിയുമ്പോഴാണ് വിവരം അറിയാം. അപ്പോഴാണ് ഈ നാട്ടിലുള്ള ഓരോരുത്തന്മാര് ഈ ഗുളികന് വെക്കുന്നതും മറ്റേനൊക്കെ പോയി ചെന്ന് നോക്കും. അല്ലെ മറ്റേ ആ സാധനം ഉണ്ടല്ലോ നമ്മളെ പ്രശ്നം വെക്കുക. ഞാൻ ചോദിച്ചു ഒരുത്തനോടെ, എന്റെ അടുത്തുള്ള ഒരുത്തൻ പയ്യനോട് ചോദിച്ചു, എന്താണോ നീ 2 ദിവസമായിട്ട് എന്നെ കണ്ടില്ലല്ലോ, അങ്ങോട്ടൊന്നും കണ്ടില്ല, എന്റെ വീട്ടിൽ ഗോൾഡ് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ഗോൾഡ് പ്രോബ്ലം എന്ത് പറ്റി? അമ്മേന്റെ സ്വർണം പോയോ? അല്ലാതെ സ്വർണ്ണ പ്രശ്നത്തിന്റെ ഇംഗ്ലീഷാണ് ഗോൾഡ് പ്രോബ്ലം. ഗോൾഡ് പ്രോബ്ലം. അപ്പൊ ആ പ്രശ്നമൊക്കെ വെക്കും. അപ്പൊ പറയും ഇവിടെ ബ്രാഹ്മണ ശാപമുണ്ട്. ആരാണ് ഈ ബ്രാഹ്മണ ശാപം? ആരാണ്? ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ, ഊരിട്ടോനല്ല. അപ്പോ അങ്ങനെയുള്ള ആളുകൾ വീട്ടിൽ വന്നാൽ അവർക്ക് വേണ്ടത് കൊടുക്കണം. അവസാനത്തോടുകൂടി പറയാം, ബലി വൈശ്വദേവ യജ്ഞം എന്ന് ഒരു യജ്ഞമുണ്ട്. ആ യജ്ഞം എന്താന്ന് വെച്ചാൽ അവന്റെ വരുമാനത്തിന്റെ 10-1 ദാനം ചെയ്യാത്തവൻ നികൃഷ്ടനാണ്, നിന്ദ്യനാണ്, അനാര്യനാണ്, ഒന്നിനും കൊള്ളാത്തവൻ. എത്ര പണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ആളുകൾ പറയും എൻ്റെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ആർക്ക് പ്രയോജനം? നാളെ എന്നോട് ഒരാൾ പറഞ്ഞു അയാൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എന്താ പൈസ എന്നറിയോ? ഞാൻ പറഞ്ഞു അതിനെ കൊണ്ട് എന്താ, അടുത്ത ജന്മം മൂപ്പര് ATM-ന്റെ മുമ്പിൽ ഗാർഡായിട്ട് ജനിക്കും, സെക്യൂരിറ്റി ഗാർഡായിട്ട്. എന്താ കാരണം? പൈസ വേണ്ടത്ര ഉണ്ട്, അതിന്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിരിക്കാനേ പറ്റൂ, എടുക്കാൻ പറ്റൂലല്ലോ. അടുത്ത ജന്മം അതായിരിക്കും ഫലം. എന്താണ് പണത്തിന്റെ ഗുണം? പണം ഇല്ലാത്തവൻ അത് കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ആമോദം കൊടുക്കുന്നവനിൽ സൃഷ്ടിക്കുന്ന ചലനത്തെയാണ് പണത്തിന്റെ ഉപയോഗം എന്ന് പറയും. എല്ലാവരോടും പറയും, 10-1 ദാനം ചെയ്യാത്തവൻ മരിച്ചവനെ പോലെയാണ്. അവൻ നിന്ദ്യൻ, ചണ്ടാളനാണ്. ഇത്ര പൈസ ഉണ്ടാക്കിയും കാര്യമില്ല, പണക്കാരനാന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചണ്ടാളൻ. 10-1 ദാനം ചെയ്യാത്തവൻ അതിന്റെ ഇരട്ടി പൈസ എല്ലാ വർഷവും ആസ്പത്രി കൊടുക്കാറുണ്ട്. നിർബന്ധമായി കൊടുത്തിരിക്കും, സംശയം വേണ്ട. 10-1 ദാനം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനല്ല, ദശമാംശേന വിത്തസ്യ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സ്മൃതികളിൽ. വരുമാനത്തിന്റെ 10-1 ഉണ്ടാക്കി കൊടുത്തിരിക്കണം. അതിനെന്ത് വേണം? പുരുഷാർത്ഥ ചതുഷ്ടയം. എന്താണ് പുരുഷാർത്ഥ ചതുഷ്ടയം? പുരുഷാർത്ഥം എന്തൊക്കെയാണ്? പുരുഷാർത്ഥ ചതുഷ്ടയം. ഉള്ളത് സംരക്ഷിക്കുക. 10 സെന്റ് അച്ഛനിൽ നിന്ന് കിട്ടിയാൽ അത് സംരക്ഷിക്കുക. ഇനി അടുത്തത് എന്താണ്? ഇല്ലാത്തതിനെ ഉണ്ടാക്കുക, ഉള്ളതിനെ വർദ്ധിപ്പിക്കുക. വർദ്ധിപ്പിച്ചതിന്റെയും ഉള്ളതിന്റെയും ആകെ 10-1 ദാനം ചെയ്യുക. 4 പുരുഷാർത്ഥ ചതുഷ്ടയം ഗോപത ബ്രാഹ്മണത്തിലുള്ളത്. വേദത്തിന്റെ, അഥർവവേദത്തിന്റെ ഭാഷ്യമായ ഗോപത ബ്രാഹ്മണത്തിൽ പറഞ്ഞതാണ്. ഉള്ളത് സംരക്ഷിക്കുക, പിന്നെ ഇല്ലാത്തത് ഉണ്ടാക്കുക, ഉണ്ടാക്കിയതിനെ വർദ്ധിപ്പിക്കുക, പിന്നെ 10-1 ആ ദാനം ചെയ്യുന്നതിൽ ഒരു കൃത്യതയുണ്ട്. ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, അച്ഛനമ്മമാർ, ഭാര്യയുടെ അച്ഛനമ്മമാർ കൊടുത്തിരിക്കണം. ബന്ധുക്കൾ, അയൽവാസികൾ എന്നതിൽ ആർക്കാണോ പ്രയാസം അനുഭവിക്കുന്നത് അവർക്ക് കൊടുക്കണം. ബന്ധുക്കൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് തുല്യമായി നിന്നുകൊണ്ടുള്ള സഹായം മാത്രമേ ആകാവൂ. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു എന്ന അർത്ഥത്തിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ ചെയ്യരുത്. തുല്യരാണ് ബന്ധുക്കൾ. ഞാൻ ആചാര്യന്മാർ രാജേഷാണ്, ഞാൻ ഇത്ര ചിലർക്കാരല്ല എന്ന് വിചാരിച്ചത് നാളെ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ചെറിയ സാമ്പത്തികമായി വിഷമമുള്ള ഒരു ബന്ധുവാണെങ്കിൽ അയാളോട് ആ രീതിയിൽ പെരുമാറിയാൽ അവൻ നികൃഷ്ടനാണെന്നറിയണം. ഇതൊക്കെ ജീവിതത്തിൽ പകർത്താത്തവൻ പ്രസംഗിക്കാൻ നിൽക്കരുത്. അതും കൂടി ഇതിലേക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്.
സ്വാനുഭവങ്ങളിൽ വരാത്ത കാര്യങ്ങളോ ചെയ്യാത്ത കാര്യങ്ങളോ അന്യനെ പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. ഇത്രയും 5 യജ്ഞങ്ങൾ ഗൃഹസ്ഥൻ ചെയ്യണം. ഇതെല്ലാം പഠിക്കുന്നതിനുള്ള അവസരമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഉടനെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതായത് മഞ്ചേരിയിൽ അതിന് ഇപ്പൊ തന്നെ 35 ആളോ മറ്റോ പേര് കൊടുത്തു എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കും. എവിടെയാണ് സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല. ഞാനും എൻ്റെ സംഘാംഗങ്ങളും വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പോ അത് പഠിപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥ ഞാൻ ചെയ്യും. നിങ്ങൾ പഠിക്കാനും തയ്യാറായാൽ പഠിപ്പിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ജ്ഞാനം എല്ലാവർക്കും ഉണ്ടായാലേ യഥാർത്ഥ ജീവിതം അനുഭവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതം അനുഭവിക്കാൻ കഴിയില്ല. ഇത്രയും പറഞ്ഞും കൊണ്ട് ഈ ജ്ഞാനയജ്ഞം ഇത് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഭൂരിഭാഗവും ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയുള്ളതാണ്. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, കുറെ ഗൃഹസ്ഥന്മാർക്ക് വേണ്ടി അല്ലാത്ത കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ബ്രഹ്മചാരികൾ ആളുകൾക്ക്, വാനപ്രസ്ഥികൾക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അഗ്നിഹോത്ര യജ്ഞമാണ്. ആ അഗ്നിഹോത്ര യജ്ഞം വളരെ ഭക്തിപൂർവം ഉള്ളതാണ്. എല്ലാവരും ശ്രദ്ധാപൂർവം ഈ അഗ്നിഹോത്ര യജ്ഞത്തിൽ ഞാൻ പറഞ്ഞു. അതിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഞാൻ ഇന്നലെയും പറഞ്ഞു, മിനിയാന്നും പറഞ്ഞു. അഗ്നിഹോത്രം എന്ന് പറയുന്നത് അങ്ങേയറ്റം പാവനമായ ഒരു ചടങ്ങാണ്. ആ ചടങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഗുരുവായൂർ അമ്പലത്തിൽ പോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ പറയുകയുണ്ടായി. ഒരു അഗ്നിഹോത്രി വരുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാൻ എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ട് അഗ്നിഹോത്രികൾ അങ്ങോട്ട് പോകാറില്ല. ഏകാദശി മാത്രമേ പോവുള്ളൂ. അന്ന് പോകുമ്പോൾ തന്നെ ഏകാദശി ദിവസത്തിൽ എത്തുന്ന അഗ്നിഹോത്രികൾക്ക് ഭഗവാൻ ഇങ്ങോട്ട് ദക്ഷിണ കൊടുക്കുകയാണ് പതിവ്. അപ്പൊ അത്രയും മഹത്തരമാണ് അഗ്നിഹോത്രം. അഗ്നിഹോത്രത്തെ കുറിച്ച് ശങ്കരാചാര്യ സ്വാമികള് ബ്രഹ്മസൂത്രത്തിന്റെ ഭാഷ്യത്തിൽ പറയുന്നത്, അഗ്നിഹോത്രം ചെയ്യാതിരുന്നാൽ മഹത്തായ പാപം എന്നാണ് പറഞ്ഞത്. ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ജ്ഞാനം കിട്ടിയാൽ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ജ്ഞാനം കിട്ടിയാലും അത് തുടരണം എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ബ്രഹ്മസൂത്രത്തിന്റെ 4-ാമത്തെ ഭാഗത്ത് 1-ാം പാദത്തിൽ അഗ്നിഹോത്രാദ്യാദി അധികരണം എന്നൊരു അധികരണമുണ്ട്. അഗ്നിഹോത്രാദികളാകുന്ന യജ്ഞങ്ങളുടെ അധികരണമാണ്. ആ അധികരണത്തിൽ ആചാര്യപാദര് വളരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഗ്നിഹോത്രം ചെയ്യാതിരിക്കരുത് എന്ന്. അതുകൊണ്ട് ആ അഗ്നിഹോത്രത്തിൽ ശ്രദ്ധാലുക്കളായിട്ട് ഇരിക്കുക. നമ്മൾ വളരെ 15 മിനിറ്റാണ് അതിനുള്ള സമയം എന്നറിയാമല്ലോ. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവമുള്ള കാര്യവുമാണ്. നമുക്ക് യജ്ഞത്തിലേക്ക്